നിർണായകമായ ചില വിവരങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ആരംഭിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സരിത എസ് നായർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ ഉയർത്തിക്കാട്ടിയ അവർ തന്നെ എഴുതി തയ്യാറാക്കിയ പരാതി എന്ന് അവകാശപ്പെടുന്ന 30 പേജുള്ള ആ പരാതിയിലെ ചില ദൃശ്യങ്ങൾ വളരെ ക്ലോസപ്പ് ഷോട്ടുകളായി നമ്മൾ എടുത്ത് കാണിക്കുകയാണ്. അതിൽ വളരെ പ്രസക്തരായ ഒരുപാട് നേതാക്കളുടെ ജനപ്രതിനിധികളുടെ പേരുകളാണ് സരിത തൻ്റെ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ആ പരാതിയിൽ ഇവർക്കെതിരെയെല്ലാം സരിത പരാതിയായി നൽകിയിരിക്കുന്നത്. ആര്യാടൻ മുഹമ്മദ്, സംസ്ഥാന മന്ത്രി ആര്യാടൻ മുഹമ്മദ്, KC വേണുഗോപാൽ, ജോസ് കെ മാണി ഉണ്ട്, അടൂർ പ്രകാശ്, PC വിഷ്ണുനാഥ് MLA, ഹൈബി ഈഡൻ MLA, AP അനിൽകുമാർ, KC വേണുഗോപാൽ MP. ഇനിയും കൂടുതൽ പേരുകൾ വരുന്നുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് വരെ എത്തുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വെളിപ്പെടുത്തലുകൾ വരുന്നത്. കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സമയത്താണ് KC വേണുഗോപാൽ 2011 ജൂലൈയിലാണ് തന്നെ പീഡിപ്പിച്ചതെന്ന് കൃത്യമായി ഡേറ്റ് സഹിതം ഉള്ള പരാതിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് സരിത നിഷേധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ യാഥാർത്ഥ്യം ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ചെറിയൊരു പാളിച്ചയിലൂടെയാണ് ഇത് പുറത്തു വന്നതെന്ന് നമുക്ക് അനുമാനിക്കാം. പ്രത്യേകിച്ചും ഇന്നലെ മുഴുവൻ സരിത എസ് നായരും അവരുടെ അഭിഭാഷകനും ഈ വിഷയങ്ങൾ തങ്ങൾ നൽകിയ പരാതിയിൽ രാഷ്ട്രീയ നേതാക്കളുടെയോ മന്ത്രിമാരുടെയോ പേരുകളുണ്ടെന്ന് പറയാൻ തയ്യാറല്ല എന്നും ഇല്ല, അതായത് ജോസ് കെ മാണി ഇല്ല എന്ന് തീർത്തു പറയുകയും ചെയ്ത സരിത ഒരുപക്ഷെ നമുക്ക് നാളെ രാവിലെ മിക്കവാറും DGP ഓഫീസിൽ കോൺഗ്രസ് MLA-മാരുടെയും MP-മാരുടെയും ക്യൂ തന്നെ കാണേണ്ടി വരും പരാതി നൽകാനായിട്ട്. അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. പ്രദീപ്, ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് വളരെ പ്രമുഖരുടെ പേരുകൾ ഇപ്പോൾ വരുമ്പോൾ അവിടെ ആ കത്തിന്റെ യാഥാർത്ഥ്യമാണ്. അതായത് സരിത തന്നെ വാർത്താ സമ്മേളനം വിളിക്കുന്നു. ആ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പേരുകൾ മാധ്യമങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്തപ്പോൾ അത് യാഥാർത്ഥ്യമല്ല, മാനിപ്പുലേറ്റ് ചെയ്ത കത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സരിതയുടെ വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിൽ സരിത ഉയർത്തി കാണിക്കുന്ന 30 പേജുള്ള കത്ത് അതിലെ ദൃശ്യങ്ങളാണ് People TV കൈകാര്യം ചെയ്യുന്നതും പേരുകൾ വരുന്നതും. ഈ പേരുകൾ അത് എത്രമാത്രം പ്രസക്തമാകുമ്പോൾ നമ്മോടൊപ്പം അതിഥികളും ചേരുന്നുണ്ട്. ആ അതിഥികളിലേക്ക് വരുമ്പോൾ ഏതൊക്കെ പേരുകൾ എത്രമാത്രം പ്രസക്തമാകുന്നു, ഇന്നത്തെ വാർത്താ സമ്മേളനം അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും എന്നുള്ള ഒരു വിഷയത്തിലേക്ക് ചർച്ച പോകുമ്പോൾ ഭാസുരേന്ദ്ര ബാബു അടക്കമുള്ളവർ നമ്മോടൊപ്പം ചേരുകയും നല്ലൊരു പാനൽ തന്നെ ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാനായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഭാസുരേന്ദ്ര ബാബു ഉണ്ട്. അതോടൊപ്പം തന്നെ സരിത എസ് നായർ വരാമെന്ന് ഏറ്റിട്ടുണ്ട്. 8 മണിക്ക് തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഹമ്മദ് റിയാസ് കോഴിക്കോട് നമ്മളോടൊപ്പം ചേരുന്നു, DYFI നേതാവ്. അതോടൊപ്പം തന്നെ ശ്രീ അഡ്വക്കേറ്റ് PA സലീം KPCC സെക്രട്ടറി ഉണ്ട്. പ്രിൻസ് പാങ്ങാടൻ നമ്മോടൊപ്പം ചേരുന്നു തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ. ആദ്യം നമുക്ക് ഭാസുരേന്ദ്ര ബാബു സാറിലേക്ക് തന്നെ പോകാം. താങ്കൾ ഒരുപക്ഷെ ഈ വിവരങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞ ഒരാളാണെന്ന് അനുമാനിക്കുന്നു. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സോളാർ കേസുമായി ബന്ധിപ്പിച്ചുള്ള വാർത്തകളുടെ പ്രളയപ്രവാഹം തുടങ്ങുന്ന കാലം മുതൽ തന്നെ ഒരുപക്ഷെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് തന്നെ ഈ പേരുകൾ പുറത്തേക്ക് വന്നിരുന്നു ഏകദേശം. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ചാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഉന്നയിച്ച പേരുകൾ എല്ലാം തന്നെ സരിത അവരുടെ 46 പേജുള്ള 46 പേജ് 23 പേപ്പറുകൾ 46 പേജ് വരുന്ന കത്തിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാണ് പുറത്ത് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ സരിതയെ സംബന്ധിച്ച ആ കത്ത് അവരുടെ കയ്യിലില്ല എന്ന് വിശ്വസിക്കാനാണ് ന്യായം. ഇന്നവർ കാണിച്ച പേപ്പറുകളാകട്ടെ അത് ഉൾക്കൊള്ളുന്നതും ആയിരിക്കാനിടയില്ല. ആ അർത്ഥത്തിൽ ആരൊക്കെയോ അങ്കലാപ്പിൽ വെള്ളത്തിലാകുന്നു എന്ന സംശയം വന്നപ്പോൾ ചില ആൾക്കാരെ ബോധപൂർവം സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ പെട്ടെന്ന് പൊടുന്നനെ എന്ന നിലയ്ക്ക് സരിത രാവിലെയും അതുകൊണ്ട് കലിയടങ്ങാതെ വൈകുന്നേരവും ഈ പത്രസമ്മേളനങ്ങൾ നടത്തി ഇതിൻ്റെ ഉള്ളടക്കങ്ങൾ മൂടിവെക്കാൻ ശ്രമിച്ചത് എന്നാണ് എൻ്റെ ഇക്കാര്യത്തിലുള്ള ഒരനുമാനം. തിരുവനന്തപുരത്ത് ആറാട്ട് എന്നൊരു ഉത്സവമുണ്ട്. ആറാട്ടിൽ രാജാവിന് മുമ്പ് ഒരു ആറാട്ട് മുണ്ടൻ എഴുന്നള്ളാറുണ്ട്. അങ്ങനെ രാജാവിന് മുമ്പ് ആറാട്ട് മുണ്ടൻ എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്ന് പത്രക്കാരെ കാണുന്നതിന് കുറച്ച് മുമ്പ് വളരെ കൃത്യമായി ഈ കണക്ക് പറഞ്ഞ് ചെയ്തത് മാതിരി സരിതയും ഉമ്മൻചാണ്ടിയെ സഹായിക്കാനായി രംഗത്ത് വരികയുണ്ടായി. എന്നാൽ സരിത പറഞ്ഞതും ശുദ്ധ പൊളിയാണെന്നും പൂർണ്ണമായും കള്ളമാണെന്നും തെളിയിക്കുന്ന വിവരങ്ങളാണ്. നമുക്കൊക്കെ അറിയാവുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിങ്ങളും പുറത്തു വിട്ടിരിക്കുന്നത്. നമ്മുടെ ഒരു നിമിഷം നമ്മളൊന്ന് ഇടപെട്ടോടെ. ശ്രീ പ്രിൻസ് നമ്മോടൊപ്പം ചേരുന്നു. കേരള കോൺഗ്രസ് യൂത്ത് വിങ്ങിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം. ശ്രീ പ്രിൻസ്, ഇന്നത്തെ സംഭവ വികാസങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. വളരെ നിർണായകമായ യോഗം ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ നടക്കുന്നുമുണ്ട്. ഞങ്ങളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് താങ്കളുടെ നേതാവ്, താങ്കളുടെ MP ഈ വിവാദത്തിൽ
ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സരിത തന്നെ പത്രസമ്മേളനം നടത്തി തിരുവനന്തപുരത്ത് അറിയിച്ചിരിക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു? ഇത് വളരെ കാര്യങ്ങൾ ഇപ്പോൾ വളരെ രസകരമായിട്ട് നിൽക്കുന്നതാണ്. എന്താണ് ഇന്നലെ ഒരു കത്ത് മലയാളത്തിൽ വരുന്നു, ഇന്നലെ ഒരു കത്ത് മലയാളത്തിൽ വരുന്നു, ഇന്ന് കത്ത് ഇംഗ്ലീഷിൽ വരുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇതിനകത്ത് വലിയ ക്രെഡിബിലിറ്റി ഉണ്ടോ? അതുകൊണ്ട് ഇത്തരത്തിൽ ഞാൻ പറയട്ടെ, മാന്യമായി കുടുംബജീവിതം നയിക്കുന്ന, മാതൃകാപരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, സമൂഹത്തിന് മുന്നിൽ ജനപ്രിയൻ എന്ന് വിശേഷിക്കപ്പെടുന്ന നേതാക്കന്മാരെ ഈ രീതിയിൽ സ്വഭാവഹത്യ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു താങ്കൾക്ക് നിഷേധിക്കാം. പക്ഷേ എങ്കിൽ പോലും സത്യം എന്നും സത്യം തന്നെയല്ലേ? താങ്കൾക്ക് ഈ സ്ക്രീനിൽ കാണാവുന്ന കുറേ കാഴ്ചകളുണ്ട്. ആ കാഴ്ചകൾ സത്യമാണെന്നുള്ളത് കേരള സമൂഹം മുഴുവൻ സ്വീകരിച്ചു കഴിഞ്ഞു. ആയിക്കൊള്ളട്ടെ. ഇതിനകത്ത് സരിതാ നായർ ഈ കത്തിനെ സംബന്ധിച്ച് ഈ ആരോപണം വന്നപ്പോൾ, ജോസ് കെ മാണിക്ക് കുറിച്ച് ആരോപണം വന്നപ്പോൾ സരിതാ നായർ തന്നെ പറഞ്ഞല്ലോ, ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ. അവിടെയാണ് ഇത് ഏറ്റവും പ്രസക്തമാകുന്നത്. സരിത ജോസ് കെ മാണിയുടെ പേര് കഴിഞ്ഞ 2 ദിവസം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നു. ഇന്ന് സരിതയുടെ വാർത്താ സമ്മേളനം എന്തിനായിരുന്നു? ജോസ് കെ മാണിയെ സംരക്ഷിക്കാൻ. ആ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം സരിത ജോസ് കെ മാണിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഈ വരുന്ന ദൃശ്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ അവരുടെ ധർമ്മം നിർവഹിക്കുകയാണ്. അവിടെ നിന്ന് എടുക്കുന്ന ദൃശ്യങ്ങളിൽ ജോസ് കെ മാണി met him at Delhi, forced to do sex എന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ മാധ്യമങ്ങളിലൂടെ മലയാളത്തിലൊരു കത്ത് വരുന്നു, പിന്നെ ഇംഗ്ലീഷിൽ പറ്റി വരുന്നു. ഇത് മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയാണെന്ന് പൊതുസമൂഹം സംശയിച്ചാൽ അവനെ തെറ്റ് പറയാനുണ്ടോ? ഇതെന്താണ് ഈ കത്ത് മാധ്യമങ്ങളിലൂടെ വരുമ്പോൾ ഒരു സാമൂഹ്യ നീതിയുടെ ലംഘനമല്ലേ? പറയുന്നുണ്ട് അത് ജയിലിൽ എഴുതിയ തന്റെ 30 പേജുള്ള കത്താണ്. സലീം ഒന്ന് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. താങ്കളുടെ പ്രമുഖ നേതാക്കളെല്ലാം ഇപ്പോൾ കുരുക്കിലായിരിക്കുകയാണ്. മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അഡ്വക്കേറ്റ് പി എ സലീം. അല്ല പ്രദീപ്, ഈ കുരുക്കിലായിരിക്കുന്നു എന്ന് പറയുന്നത് ഏത് ആധികാരിക രേഖയുടെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ ആദ്യം സരിതയുടെ വാക്കുകൾ വിശ്വസിക്കുന്നു, പിന്നീട് സരിത എഴുതിയെന്ന് പറയുന്ന ഡയറി കുറിപ്പുകൾ അത് ആധികാരിക രേഖയാക്കുന്നു. അതിൽ കോൺഗ്രസ് നേതാക്കന്മാർ കുരുക്കിൽ വീഴുന്നു എന്ന് പ്രദീപ് അവകാശപ്പെടുന്നു. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഇതുപോലെ ഒരു കാര്യത്തിൽ ഈ രീതിയിൽ യാതൊരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളുകളുടെ വെളിപ്പെടുത്തലുകൾ അവർ നിഷേധിക്കുകയും സമ്മതിക്കുകയും പിന്നീട് മാറ്റിപ്പറയുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ കേരളീയ സമൂഹത്തിന് മുമ്പിൽ നമ്മുടെ രാഷ്ട്രീയ നിലവാരത്തിന് നേരെയുള്ള അത് ഞങ്ങളും അംഗീകരിക്കുന്നു. ഒരു പ്രതിയാണ്, ജയിലിൽ കുറ്റവാളിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആ ഒരു ഗൗരവത്തിൽ തന്നെ ഞങ്ങൾ ഇതിനെ കാണുന്നുള്ളൂ. പക്ഷേ കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖരായ ഒരുപാട് നേതാക്കളുടെ പേര് എഴുതി പരാതി നൽകാൻ മാത്രം അത്ര ധൈര്യത്തിലാണോ സരിത എസ് നായർ പോകുന്നത്? അതൊക്കെ നമ്മൾ വിശ്വസിക്കണോ? പ്രദീപ്, അതോടൊപ്പം തന്നെ ഏറ്റവും അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ദൃശ്യങ്ങൾ സഹിതം മറുപടി പറയുകയില്ല. സരിതയുടെ ഫോട്ടോ, അതായത് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ സരിത അവിടെ എന്തായിരുന്നു അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് കാണിക്കുന്ന രേഖകൾ സഹിതം പീപ്പിൾ ടി വി ചർച്ച നടത്തുകയാണ്. സരിത മറിക്കുന്ന ആ 30 പേജുള്ള അവകാശവാദപ്പെടുന്ന കത്ത്, അതാണ് ദൃശ്യം. സരിത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു, മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കാതിരിക്കുന്ന കത്ത്, നിങ്ങൾക്ക് ഞങ്ങൾ തരില്ല എന്ന് അവകാശപ്പെടുന്ന കത്ത്, അത് സരിത തന്നെ മറിക്കുന്നു, അത് ക്യാമറാമാൻമാർ എടുക്കുന്നു. അതാണ് പ്രിൻസ് ഒന്ന് പ്രതികരിക്കും. ഇതിനെ സംബന്ധിച്ച് പറഞ്ഞോളട്ടെ. ഇവിടെ ഗവൺമെന്റ് ചീഫ് വിപ്പിനെ മാറ്റുവാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർ കത്ത് കൊടുക്കുന്നു. ആ കത്ത് കൊടുത്ത് അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. അദ്ദേഹം ഏതാണ്ട് മാറ്റപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് ഈ ജോസ് കെ മാണിയുടെ ഒക്കെ പേര് ഇതിനകത്ത് വലിച്ചെഴുപ്പെടുന്നത്. ഞാൻ പറഞ്ഞോളൂ, ഇത് വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ നടക്കുന്നതാണ്. ഇത് വ്യക്തമായ അജണ്ടയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ്. ഈ സോളാർ വിഷയത്തിലൊന്നും ജോസ് കെ മാണിയുടെ പേരില്ലായിരുന്നല്ലോ. കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായി UDF സർക്കാരിൽ ഗവൺമെന്റ് ചീഫ് വിപ്പായിരിക്കുന്ന PC ജോർജിനെ മാറ്റാൻ പാർട്ടി ലീഡർ കത്ത് കൊടുത്ത ഉടനെ ഇവിടെ ജോസ് കെ മാണിയുടെ പേര് പറയുമ്പോൾ ഇത് അരിയാഹാരം കഴിക്കുന്ന കേരള സമൂഹത്തിന് മനസ്സിലാകും. ഇത് ജോസ് കെ മാണിയെ സ്വഭാവഹത്യ ചെയ്യാനുള്ള അജണ്ടയുടെ ഭാഗമാണെന്ന് കേരള കോൺഗ്രസ് പാർട്ടിയും കേരള യൂത്ത് ഫണ്ടും. ജോസ് കെ മാണി മാത്രമല്ല, ജോസ് കെ മാണിയോ KM മാണിയുടെ ബാർക്കോഴ കേസോ അതിനേക്കാളൊക്കെ വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ചർച്ച പോയിരിക്കുന്നു. കോൺഗ്രസ് ഐയുടെ
കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതരായ ജനപ്രതിനിധികൾ, ജനങ്ങൾ വോട്ട് നൽകി പറഞ്ഞയച്ച ആളുകളുടെ പേരുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അല്ല, ഇത് പറഞ്ഞല്ലോ, ഇതിനെ സംബന്ധിച്ച്, ഈ കത്തിനെ സംബന്ധിച്ച് ആധികാരിക ഇപ്പോഴും വന്നിട്ടില്ല. ഈ കത്ത് എഴുതി എന്ന് പറയുന്ന സരിതാ നായർ ഇത് നിഷേധിച്ചതായിട്ടാണ് ഞാൻ മാധ്യമങ്ങളോട് മനസ്സിലാക്കുന്നത്. കത്ത് എഴുതിയ സരിതാ നായർ നിഷേധിച്ച ഒരു കത്തിനെ കുറിച്ച് മാധ്യമങ്ങളിൽ ഇരുന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് ശരിയാണോ എന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. അതിന്റെ ആധികാരികതയെ സംബന്ധിച്ച് സംശയം നിൽക്കുമ്പോൾ ഈ കത്തെഴുതിയ സരിത നിഷേധിക്കുമ്പോൾ ഇത് പ്രസക്തിയില്ല എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ആധികാരികത പ്രദീപ്, അതാണ് ഇവിടെ ഏറ്റവും ചൂണ്ടിക്കാണിക്കേണ്ടത്. സരിത നടത്തുന്ന വാർത്താ സമ്മേളനം, സരിത നിഷേധിക്കുന്ന വാർത്താ സമ്മേളനത്തിലെ വിവരങ്ങൾ വരുമ്പോൾ അതിന്റെ ആധികാരികത ചർച്ചയാകുമ്പോൾ ആ ആധികാരികത ഏതു തരത്തിൽ നിന്നുള്ള പ്രസക്തമായ ഭാഗങ്ങളിലേക്ക് തീർച്ചയായും അദ്ദേഹത്തിന് പറയാണ്ട പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കുന്നതെന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ ഒരു കാര്യം ശ്രീ പ്രിൻസ്, താങ്കളോട് തന്നെയാണ് ചോദിക്കുന്നത്. കേരള കോൺഗ്രസിന്റെ വൈസ് ചെയർമാൻ, ഒരേ ഒരു വൈസ് ചെയർമാനാണ് പി സി ജോർജ് ഇപ്പോഴും ഈ നിമിഷം വരെ. അതിൽ മാറ്റം ഉണ്ടാകുമോ? അല്ല, ഇത് സംബന്ധിച്ച് പറഞ്ഞല്ലോ, കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിരന്തരമായി അച്ചടക്ക ലംഘനം കാണിക്കുന്ന പി സി ജോർജിനെ, അച്ചടക്ക ലംഘനം എന്ന് പറഞ്ഞാൽ അഴിമതി പറഞ്ഞോട്ടെ, അദ്ദേഹത്തിനെതിരെ പാർട്ടി ലീഡർ അദ്ദേഹത്തെ ഭരണഘടനാപരമായി ലഭിച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റാനായിട്ട് ഇത് ആ കത്ത് കൊടുത്തിരിക്കുന്നു. അത് തീരുമാനം വരട്ടെ, പിന്നെ അതിനെ സംബന്ധിച്ച് പാർട്ടി അതിന് തീരുമാനമെടുക്കും. വൈചിത്രം ശ്രീ പ്രിൻസ്, താങ്കൾ ഒരു യുവ സംഘടനയുടെ നേതാവാണ്. ഇത് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറുകയാണ്. ഇവിടെ സദാചാരമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. മാതൃകയാവേണ്ട രാഷ്ട്രീയ നേതാക്കളാണ് ഇവിടെ പ്രതിക്കൂട്ടിലാവുന്നത്. എന്തുമായിക്കോട്ടെ, ലോകത്ത് എവിടെയും കേൾക്കാത്ത കഥയാണ്. അതായത് പാർട്ടി ചെയർമാൻ കോഴ വാങ്ങിയതിന്റെ പേരിൽ പാർട്ടി വൈസ് ചെയർമാനെ പുറത്താക്കുന്നു. അതിനെ കൂട്ടുനിൽക്കാത്തതിനെ. പറഞ്ഞല്ലോ, ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, ജോസ് കെ മാണിയെ കുറിച്ച് കേരള കോൺഗ്രസ് പാർട്ടിക്കും ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. മാതൃകാപരമായി കുടുംബജീവിതം നയിക്കുന്ന, ഏറ്റവും കൂടുതൽ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു, വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തോട് കൂടി ജയിക്കുന്ന ഏറ്റവും ചില ജനപിന്തുണയുള്ള നേതാവാണ്. അദ്ദേഹത്തെ അഴിമതിയെ കുറിച്ച് പറഞ്ഞോട്ടെ. അഴിമതിയെ കുറിച്ച് ഇവിടെ എന്താണ്? ബിജു രമേശിനെ പോലുള്ള മദ്യ വ്യവസായിയുടെ ഒരു ഉണക്ക തെളിവിന്റെ അടിസ്ഥാനത്തിൽ വേണോ കെ എം മാണി സാറിനെ ഇവിടെ രാജിവെക്കുവാൻ? എന്നെങ്കിലും ഈ നിമിഷം വരെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ബിജു രമേശിന് വിശ്വസ്യമായ തെളിവ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളൂ? ഇതുപോലൊരു മാധ്യമ ചാനലിൽ ഇരുന്നു കൊണ്ട് കേരളത്തിലെ 50 വർഷക്കാലം കേരള നിയമസഭയിൽ തലയെടുപ്പോട് കൊടുത്തിട്ടുള്ള നേതാവിനെതിരെ ബിജു രമേശ് ആരോപണമായി വരുന്നു. ഇതുപോലെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ മാണി സാറിനെതിരായിട്ട് ഒരു തെളിവ് കൊണ്ടുവരാൻ ബിജു രമേശ് കഴിഞ്ഞിട്ടുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും മന്ത്രിക്ക് പ്രവർത്തിക്കാൻ പറ്റും? പി സി ജോർജ് അന്യോന്യത്തിൽ ചോദിക്കുന്നു, 3 മാസം മുമ്പ് ജോസ് കെ മാണിയുടെ പേര് കെ എം മാണിക്ക് മുന്നിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു, ചെക്കൻ വഴിതെറ്റി പോകുന്നു. 3 മാസം മുമ്പ് പി സി ജോർജ് അറിഞ്ഞ കാര്യമാണ് സരിത ഇന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, താങ്കൾക്ക് അറിയാമല്ലോ, നമുക്ക് അധികം ടെലിവിഷനിലൊന്നും കാണാത്ത നേതാവാണ് ജോസ് കെ മാണി. ഇന്നുമായി അദ്ദേഹം വളരെ സജീവമായിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ 1 മണിക്കൂർ അഭിമുഖം തന്നിരിക്കുന്നു. ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ചിലതൊക്കെ വായിച്ചെടുക്കാൻ ഒരു ബോഡി ലാംഗ്വേജിലും ഒരു കുറവില്ല. അല്ല, ആർജവത്തോടു കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പി സി ജോർജിനെ ഒരു പേടിയുമില്ല, ഞാൻ പി സി ജോർജിനെ നേരിടും, ഞാൻ കേരള രാഷ്ട്രീയത്തിൽ കാണും, എന്നെ ആർക്കും പേടിപ്പിക്കേണ്ട എന്ന് തന്റെ ഇടത്തോട് കൊടുത്ത ജോസ് കെ മാണി പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഞങ്ങൾ ഇടപെടുന്നതിൽ ക്ഷമിക്കണം, കാരണം ഇത് ഉച്ചതൊട്ട് ഇതേ വിഷയം തന്നെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടുമാണ് ഇടപെടുന്നത്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ശ്രീ പ്രിൻസ് എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ യുവജന വിഭാഗത്തിന്റെ നേതാവാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തിന് പോലും ഈ കാര്യങ്ങളൊന്നും ബോധ്യപ്പെടുന്നില്ല. അല്ല, അത് ബോധ്യപ്പെടുകയോ പെടാതിരിക്കുകയോ ചെയ്യട്ടെ. എനിക്ക് വളരെ ലളിതമായൊരു ചോദ്യം ശ്രീ പ്രിൻസിനോട് ചോദിക്കാനുണ്ട്. ഏതായാലും ജോസ് കെ മാണിക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് വരുമ്പോൾ പാർട്ടി അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് മനസ്സിലാക്കാം. അതുമാതിരി തന്നെ ജോസ് കെ മാണിയുമായി രാഷ്ട്രീയ ബന്ധമുള്ള കേന്ദ്രങ്ങൾ, മുഖ്യമന്ത്രി അടക്കം അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് മനസ്സിലാക്കാം. ഏത് നിലവാരത്തിലാണ് സരിത എന്ന് തെളിയിക്കപ്പെട്ട രീതിയിലുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീ ജോസ് കെ മാണിയെ ഡിഫെൻഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുക? എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കുക? ജോസ് കെ മാണിയും ഈ സ്ത്രീയും തമ്മിൽ അവരുടെ പൂർവ്വ ബന്ധങ്ങളൊക്കെ നമുക്ക് അറിയാം. ഏത് സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇന്ന് 2 പത്രസമ്മേളനം വിളിച്ചുകൊണ്ട്, പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും 2 പത്രസമ്മേളനങ്ങൾ തത്രപ്പെട്ട് വിളിച്ചു ചേർത്ത് വളരെ ഇമോഷണലി ചാർജ്ഡായി എന്തുകൊണ്ട് സരിത എന്ന സ്ത്രീ, അറിയപ്പെടുന്ന സ്ത്രീ, എന്തുകൊണ്ട് ജോസ് കെ മാണിയെ പിന്തുണയ്ക്കുന്നു? എപ്പോഴെങ്കിലും ഒരു യുവജന നേതാവായ താങ്കൾ പ്രിൻസ് ആലോചിച്ചിട്ടുണ്ടോ? ഈ സ്ത്രീയുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ കഴിയൂ എന്ന പതനത്തിലേക്ക് നിങ്ങളുടെ നേതാവ് ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെ ആരോപണം വരുന്നു? ആ സ്ത്രീ തന്നെ പത്രസമ്മേളനം നടത്തി ഇങ്ങനെ ആരോപണം ഇല്ലെന്ന് പറയുന്നു.
അതിനകത്ത് ഞങ്ങളും അവരോട് തന്നെ ബന്ധമിരിക്കുന്നത്. ഇത് ചുമ്മാ എഴുതാപ്പുറത്തിനാണ് വായിക്കുന്നത്. അങ്ങനെ നിങ്ങൾ അങ്ങനെ ആകാമെന്ന് എന്തിനാണ് എഴുതാപ്പുറം വായിക്കുന്നത്? ആവശ്യമില്ലാത്ത ഒരു നേതാവിനെ വ്യക്തിഹത്യ ചെയ്യാനുള്ള അജണ്ടയുടെ ഭാഗമായി ആരും പോകരുതെന്ന് മാത്രമാണ്. താങ്കളെ പോലുള്ള നേതാക്കൾ ജനങ്ങളിലേക്ക് ഇറങ്ങി പോരേണ്ട ആളുകളാണ്. ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ തന്നെയാണ്, ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണി പത്രസമ്മേളനം നടത്തി ആണുങ്ങളെ പോലെ പ്രതികരിച്ചത്. ഞങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഒരു ഭയവുമില്ല. ഞങ്ങൾ തന്റെ ഇടത്തോട് കൂടി അടിച്ചടിച്ച് കോൺഗ്രസ് പാർട്ടി 50 വർഷമായി ഇതിലും വലിയ നമ്മളോടൊപ്പം ചേരുന്നു. ഭാസ്കരപിള്ള എന്താണ് പറയുന്നത് കൂടി നമുക്കൊന്ന് കേൾക്കാം. ഭാസ്കരപിള്ള സാർ, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പുതിയ വാർത്തകൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. ജോസ് കെ മാണിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നാണ് പറയുന്നത്. അല്ല, സരിതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കത്തിൻ്റെ വിവരം ഇന്നലെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ജോസ് കെ മാണി എം പി ഇന്നലെ ഡൽഹിയിൽ നിന്ന് പ്രതികരിച്ചത് അത് നിഷേധിക്കുകയും ഞാൻ നാളെ തന്നെ രാവിലെ തിരുവനന്തപുരത്ത് വന്ന് DGPക്ക് പരാതി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം രാവിലെ തിരുവനന്തപുരത്തെത്തി കഴിഞ്ഞപ്പോൾ ഇന്ന് സരിതയുടെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി സരിത പത്രസമ്മേളനം നടത്തി എന്ന് നമുക്കറിയില്ല. പക്ഷേ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ ജോസ് കെ മാണി പറഞ്ഞത് DGPക്ക് ഇനി ഞാൻ പരാതി കൊടുക്കുന്നില്ല, കാരണം സരിത പത്രസമ്മേളനം നടത്തി എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ആരാണ് നടത്തിച്ചത്? എന്തിനു വേണ്ടി നടത്തിച്ചു? അപ്പോൾ വളരെ വ്യക്തമായിട്ട് സരിത ഇതൊക്കെ എടുത്ത് പൊക്കി കാണിക്കുക എല്ലാം ചെയ്തു. പേപ്പർ കൊണ്ടുവന്ന് എൻ്റെ ഒറിജിനൽ സംഗതി ഇതാണ്, ഇത് ഞാൻ ആരുടെയും കയ്യിൽ തരത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്നത്തെ ഫോട്ടോ സംവിധാനത്തിലുള്ള മോസ്റ്റ് മോഡേൺ ടെക്നോളജി അവർക്കറിയാൻ പാടില്ലാതായിപ്പോയി. ഈ കാണിച്ച പേപ്പറുകൾ അതിലെ ടകയെന്ന് ഫോട്ടോ എടുത്ത് ആ വിവരങ്ങൾ മുഴുവൻ വ്യക്തമായിട്ട് കിട്ടത്തക്ക രീതിയിലുള്ള സംവിധാനം ഇന്നുണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകാതെ പോയി. അതുകൊണ്ട് തന്നെയാണ് ഉച്ച കഴിഞ്ഞ നടത്തിയ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ ജോസ് കെ മാണി ഇല്ല വേറെ പലരും ഉണ്ട് എന്ന് പറഞ്ഞ സരിതയുടെ പത്രസമ്മേളനത്തിൽ അവർ കൊണ്ട് കാണിച്ച അതിന്റെ ഒറിജിനൽ തീർച്ചയായും സരിത എസ് നായർ ഒരു പരാതി കൊടുക്കുമ്പോൾ അവർ തീർച്ചയായും ഡിഫൻസിലായിരുന്നു. അവർ അനുഭവിച്ച വിഷമങ്ങളാണ് ആ കത്തിൽ. വളരെ സങ്കടത്തോടു കൂടിയുള്ള പരാതി കത്താണ്. ഇപ്പോൾ അവർ അതെല്ലാം നിഷേധിക്കുമ്പോൾ ഒരു ഡീൽ നടന്നു കഴിഞ്ഞു കാണണമല്ലോ. ആ ഡീലാണ് നിങ്ങൾ പറയേണ്ടത്. എന്നോടാണോ? ഭാസ്കരപിള്ള സാറിനോട് തന്നെയാണ് ചോദിച്ചത്. കേട്ടില്ല. അതായത് സരിത നായർ വാക്ക് മാറ്റുന്നു. നമ്മൾ റെജീനയൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞ കാര്യം മറ്റൊരു സമയത്ത് മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നിടത്ത് ഒരുപാട് വിട്ടുവീഴ്ചകളും പണമിടപാടും നടന്നതായി അനുമാനിക്കാമല്ലോ. ഞാനിന്ന് രാവിലെ പീപ്പിൾ TVയുടെ തന്നെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഈ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഇത് കുറ്റബോധമുള്ള ഒരാൾ നടത്തുന്ന ജൽപ്പനങ്ങളാണെന്ന്. കാരണം അത് വിശ്വസിക്കേണ്ട കാര്യമില്ലെന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ കുറ്റബോധമുള്ള ഒരാൾ നടത്തുന്ന ജൽപ്പനങ്ങൾ അതുമാത്രമാണ് സരിതയുടെ പത്രസമ്മേളനത്തിലൂടെ വന്ന വാക്കുകളിൽ ഓരോന്നിലും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ചോ ഞാനിപ്പോൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നത് കൊണ്ട് എത്ര കള്ളത്തരം ആര് കാണിച്ചാലും എവിടെയൊക്കെ മൂടി വെച്ചാലും ഇതൊക്കെ മേളിൽ നിന്ന് ദൈവം കാണുന്നുണ്ട്. അത് വേണ്ട സമയത്ത് തക്ക സമയത്ത് അത് പുറത്തുവിടും. ഞാനിപ്പോൾ നമ്മോടൊപ്പം ഇപ്പോൾ ഷാജൻ സ്കറിയ മാധ്യമപ്രവർത്തകൻ. ഒരുപക്ഷേ ഈ വാർത്ത ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ കോൺഗ്രസ് നേതാക്കളിലേക്ക് എത്തുന്നതായുള്ള വാർത്ത അദ്ദേഹത്തിൻ്റെ മാധ്യമത്തിലൂടെ പുറത്തു വന്നതായിരുന്നു. മറുനാടൻ മലയാളി ശ്രീ ഷാജൻ സ്കറിയ, ഒരു പക്ഷേ ഇത്തരം ഒരു സംഭവം ഇന്ന് പുറത്തു വരുമ്പോൾ ഇത് കേരള രാഷ്ട്രീയത്തിൽ എന്തെല്ലാം പ്രത്യാഘാതങ്ങൾക്കാണ് വഴിവെക്കുക എന്നാണ് താങ്കൾ കാണുന്നത്? ഇതിനകത്ത് ഒരുപാട് വശങ്ങളുണ്ട് ഈ വിഷയത്തിൽ. ഒന്ന്, കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഏത് പ്രധാനപ്പെട്ട സംഭവം ഉണ്ടാകുമ്പോഴും നേരെ സരിതയുടെ കത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനുണ്ട്. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന നമുക്കറിയാം, രണ്ട് കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ടറിയാം. ഒന്ന്, സരിത ജയിലിൽ നിന്നിറങ്ങിയ സരിത എങ്ങനെയാണ് കേസുകൾ സെറ്റിൽ ചെയ്തത്. ധാരാളം കേസുകൾ, ഏറ്റവും ഒടുവിൽ 75 ലക്ഷം രൂപ മുടക്കിയാണ് സരിത ഒരു കേസ് സെറ്റിൽ ചെയ്തത്. ഇത്തരത്തിലുള്ള സെറ്റിൽമെൻറ്റിൻ്റെ തന്നെ ആ മാനദണ്ഡം എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരുമായുള്ള കൃത്യമായ ഇടപെടലിലൂടെ ഇത് അവസാനിപ്പിച്ചും തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു വശമുള്ളത്, ഇതിനെ ഒരു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്നത് നല്ലതാണോ എന്നുള്ളതാണ്. അതായത് അടിസ്ഥാനപരമായി ഒരു വലിയ ചോദ്യം, എത്തിക്സ് അല്ലല്ല, അതിനകത്തൊരു വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടെ അവശേഷിക്കുന്നുണ്ട്. അതായത് ഈ
സരിത എന്ന് പറയുന്ന ഒരു സാമ്പത്തിക കുറ്റവാളി. അപ്പോൾ ഈ സാമ്പത്തിക കുറ്റം ചെയ്ത സ്ത്രീ കൃത്യമായിട്ട് അവർക്ക് വലിയൊരു അജണ്ട ഉണ്ടായിരുന്നു, കൃത്യമായ രാഷ്ട്രീയമുണ്ടായിരുന്നു. അവർ ഈ വിഷയം അവർക്ക് അനുകൂലമാക്കാൻ വേണ്ടി എഴുതിയുണ്ട്. ഞാൻ ഇതിൻ്റെ അർത്ഥം ഇവരാരും നിരപരാധികളാണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു വശം കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇവർക്ക് അനുകൂലമാക്കാൻ വേണ്ടി, സരിതയ്ക്ക് അനുകൂലമാക്കാൻ വേണ്ടി കൃത്യമായി പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു കത്തിൻ്റെ ഭാഗം ഇന്ന് നമ്മൾ വലിയ ചർച്ചയാകും. ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ വിഷയമാകും ചെയ്യുന്നൊരു അപകടമുണ്ട് എന്ന് എനിക്ക് ഇതിന് കൂടുതൽ പറയേണ്ടതുണ്ട്. പക്ഷേ വലിയ അവസ്ഥയാണ് നമ്മുടെ കേരളത്തിൻ്റെ വലിയ. നമ്മളിപ്പോൾ വാസ്തവത്തിൽ ഞാനിന്ന് ജോസ് കെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് PC ജോർജ് പുറത്താവുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ ചർച്ചയെ മാറിയിരിക്കുന്നു, സരിതയിലേക്ക് മാറിയിരിക്കുന്നത് വലിയ അത്ഭുതകരമായൊരവസ്ഥ കൂടി നമുക്കുണ്ട്. എന്തായാലും നമ്മുടെ അവസ്ഥ, നമ്മുടെ കേരളീയ രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥ ദയനീയമാണ്. നമ്മുടെ ഈ സമൂഹത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. സരിത എന്ന് പറയുന്ന ഒരു സാമ്പത്തിക കുറ്റവാളിയിൽ ചുറ്റി നമ്മളിങ്ങനെ വട്ടം കറങ്ങുന്ന വരുന്ന അതിഭീതിതമായ അവസ്ഥയാണ് പ്രദീപ്. ഇപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ചർച്ച ഈ ലെവലിലേക്ക് തന്നെ നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഒരു വാർത്ത ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്നലെ സരിത പറഞ്ഞത് മാറ്റി പറയുന്നു. മാത്രമല്ല ഇവിടെ ഇപ്പോൾ UDF-ന്റെ നേതാക്കൾ, താങ്കൾക്കറിയാം പ്രിൻസിനെ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് PA സലീമുണ്ട്, ഇവരെല്ലാവരും പറയുന്നത് ഇത് ഫാബ്രിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഇന്നലെ മലയാളമായിരുന്നു ഇന്ന് ഇംഗ്ലീഷ് ആണെന്നാണ്. ഒരിക്കലുമല്ല. അത് ഇത് 100% സത്യമാണെന്നുള്ള രീതിയിലുള്ള സോഴ്സുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് ഫാബ്രിക്കേറ്റഡ് അല്ല. ഈ കത്ത് സരിത എഴുതിയതോ അല്ലെങ്കിൽ സരിത എഴുതിയ കത്ത് തന്നെയാണ് പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ സരിത അവകാശപ്പെടുന്നുണ്ട്. സരിത അവകാശപ്പെടുന്നു, ചൂണ്ടിക്കാണിക്കുകയാണ് നിങ്ങൾ ഇതുവരെ പുറത്തുവിടുന്നതല്ല യാഥാർത്ഥ്യം, ഇതാണ് യാഥാർത്ഥ്യം, ഞാൻ ജയിലിൽ വെച്ച് എഴുതിയ 30 പേജുള്ള കത്ത് ഇതാണ്. അപ്പൊ പിന്നെ അതിന്റെ തർക്കം തീർന്നു. സരിതയെ പോലുള്ള ഒരാൾ പറയുന്നതിന്റെ പ്രശ്നമാണ്. ഇനി അവസാനമായി പറയാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. ഒരുമിച്ച് DGP-യെ കാണാൻ പോകുന്നവരെ പറഞ്ഞ ആളുകളാണ്. അതെ. പക്ഷേ ജോസ് കെ മാണി എന്നുള്ള വ്യക്തി ഇവിടെ നമുക്കൊരു പക്ഷേ രാഷ്ട്രീയമായി PC ജോർജ് ദുരുപയോഗം ചെയ്തു എന്ന് അവകാശപ്പെടാമെങ്കിലും മറ്റ് നേതാക്കളുടെ പേരുകൾ കൂടി പുറത്തു വരുന്നു. തീർച്ചയായും കോൺഗ്രസ് നേതാക്കൾ ഇത് എങ്ങനെ ഇതിനെ മറികടക്കാൻ സാധിക്കും? വാസ്തവമാണ്, അതിലെ തർക്കവുമില്ല. പ്രിൻസിന് എന്തോ പ്രതികരിക്കാനുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഇതിനകത്ത് ഞങ്ങൾ ഇപ്പോൾ ഈ കത്തിനെ ഇതിൻ്റെ ആധികാരിയെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഈ കത്ത് ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഗവൺമെൻറ് ചീഫ് വിപ്പിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന സാഹചര്യത്തിലാണ് ഈ വിവാദം ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, അദ്ദേഹം ഇന്ന് പൂഞ്ഞാറിൽ പത്രസമ്മേളനം നടത്തി. പൂഞ്ഞാറിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പത്രസമ്മേളനം നടത്തിക്കൊണ്ടാണ് ജോസ് കെ മാണിയെ വളരെ മോശമായ രീതിയിൽ ആക്ഷേപിക്കുകയുണ്ടായി. എനിക്ക് ഈ ചാനലിലൂടെ ഒന്നേ പറയാനുള്ളൂ. അദ്ദേഹത്തിനൊരു കുടുംബമുണ്ട്. പൂഞ്ഞാർ വീട്ടിൽ ഒരു കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം മാന്യമായ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു മാന്യനായ ഒരു ജനപ്രതിനിധിക്കാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം നിരപരാധിയാണെന്ന് കേരള കോൺഗ്രസ് പാർട്ടിയും കേരള യൂത്ത് ഫണ്ടും കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിക്കുന്നു. നേതാവിനെതിരായി തരംതാണ രീതിയിൽ തന്റെ 3.5 മാസം മുൻപ് PC ജോർജ് ഈ കത്ത് കണ്ടിട്ട്, ഈ പരാതി കണ്ടിട്ട് PC ജോർജ് പരാതി കണ്ടിട്ട് കെ മാണിയുടെ വീട്ടിൽ പോയി മകനെ നന്നായി വളർത്തണം, മകന്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് 3.5 മാസം മുമ്പേ. അത് നിഷേധിക്കുമോ? അല്ല, എവിടെ കാണിച്ചെന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇന്ന് 2 കാര്യങ്ങൾക്കാണ് വാ തുറക്കുന്നത്. ഒന്ന് ആഹാരം കഴിക്കുവാനും, 2 നുണ പറയുവാനും. അത്തരത്തിലുള്ള കല്ല് വെച്ച നുണ പറയുവാൻ, തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി, തന്റെ രാഷ്ട്രീയപരമായി സ്ഥാനങ്ങൾ ഏതറ്റം വരെ പോകുന്ന വൃത്തികെട്ട രാഷ്ട്രീയത്തിന്റെ വക്താവായി PC ജോർജ് മാറി നിൽക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ജോസ് കെ മാണിക്കെതിരെ ആരോപണമായി വരുന്നതെന്ന് ചിന്തിക്കണം. ഈ ചാനലിൽ നമ്മൾ അത്തരത്തിൽ എത്തിപ്പിടിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശരിയല്ല. PC ജോർജിന്റെ പേര് വലിച്ചിഴച്ച് യാഥാർത്ഥ്യത്തെ മറയ്ക്കുന്നതാണോ ഉചിതം? ഇന്ന് എല്ലാവരുടെയും ലാംഗ്വേജ് ഭാഷ ഒരേപോലെയാണ്. ഇന്ന് ഈ കത്തിൽ പറയുന്ന കാര്യം യാഥാർത്ഥ്യം അതെന്താണെന്നുള്ളതായിരിക്കും ഏറ്റവും പ്രസക്തമാവുക. തീർച്ചയായും. നമുക്ക് ഇപ്പോൾ മുഹമ്മദ് റിയാസ് ആയിരുന്നു, DYFI നേതാവാണ് കോഴിക്കോട് നിന്ന്. താങ്കൾ ഈ ചർച്ചയുടെ തുടക്കം തൊട്ടുണ്ടെന്നറിയാം, വൈകി വന്നതിൽ ക്ഷമിക്കുക. ഒപ്പം ഇന്നുണ്ടായ സംഭവ വികാസങ്ങൾ, ഇടതുപക്ഷ സംഘടനാ നേതാവ്, യുവജന സംഘടനാ നേതാവ് എന്നുള്ള രീതിയിൽ ചെറുപ്പക്കാരായ കോൺഗ്രസ് MLA-മാരെല്ലാം ഈ വഴിക്കാണ്. എങ്ങനെ പ്രതികരിക്കുന്നു മുഹമ്മദ് റിയാസ്? ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? ഹലോ, ഇത് ഏതെങ്കിലും ഒരു സ്ത്രീയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മാത്രമായി കാണുന്നത് തന്നെ തെറ്റാണ്. ഇത് കേരളത്തിലെ UDF ഗവൺമെന്റിന്റെ അധപതനം അല്ലെങ്കിൽ അവരുടെ ഒരു നിലവാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. ഞങ്ങൾ നേരത്തെ ഇത് പല തവണ ആവർത്തിച്ച കാര്യങ്ങൾ ശരിവെച്ചിരിക്കുകയാണ്.
ഇവിടെ ഇത് ഫാബ്രിക്കേറ്റഡ് ആണോ അല്ലയോ എന്ന് വകതിരിവുള്ള മലയാളിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പരിശോധിക്കപ്പെടേണ്ട ആവശ്യമില്ല. ഇതേ സരിത UDF MLA കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട അബ്ദുള്ള കുട്ടി എതിരെ നൽകിയ പരാതിയും ഇപ്പൊ പുറത്തു നേരത്തെ വന്ന കത്തും തമ്മിൽ ഹാൻഡ് റൈറ്റിംഗ് പരിശോധിക്കപ്പെട്ടാൽ തന്നെ അത് മനസ്സിലാവും. അതവിടെ നിൽക്കട്ടെ. ഇവിടെ വിഷയം കേവലം ഏതെങ്കിലും ഒരു സ്ത്രീയോ അതുമായി ചുറ്റിപ്പറ്റിയുള്ള വിഷയവുമായി മാറാതെ കേരളത്തിലെ ഗവൺമെന്റ്, അതിൽ മന്ത്രിമാരുണ്ട്, MLA മാരുണ്ട്, ഇവരൊക്കെ തന്നെ ഇതിനകത്ത് വഹിച്ചിട്ടുള്ള പങ്ക് ഓരോന്നായി പുറത്തു വന്നിരിക്കുകയാണ്. ഇവിടെ ഏതോ ഒരു സുഹൃത്ത് രാഷ്ട്രീയമാകെ മോശമായി എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കും. എല്ലാം കണക്കാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിന് തുല്യമാണ്. ആരെ സംരക്ഷിക്കാനാ? എല്ലാം കണക്കാണോ? ഇവിടെ ഭരണകക്ഷി നടത്തുന്ന തോന്നിവാസത്തിന്റെ ഭാഗമായി ഈ കേരളത്തിലെ മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുപോലെയാണെന്ന് വരുത്തി തീർക്കുന്നത് ആരെ സഹായിക്കാനാ? ഇവിടെ യഥാർത്ഥത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഇതിനെയൊക്കെ സംരക്ഷിക്കുന്ന വ്യക്തിയാണ്. ധനകാര്യ വകുപ്പ് മന്ത്രിയും അതുമായി ബന്ധപ്പെട്ട വിഷയവും. ബഡ്ജറ്റ് വിൽക്കുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി ബഡ്ജറ്റിന്റെ നികുതി ഇളവ് നൽകി വാങ്ങിയ കോടികൾ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളത് കൂടി ഈ വിഷയത്തോടു കൂടി പുറത്തു വന്നിരിക്കുകയാണ്. എന്ത് വന്നാലും രാജിവെക്കില്ല എന്ന് മുഖ്യമന്ത്രിയും ധനകാര്യ മന്ത്രിയും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരേ ഒരു കാര്യമാണ്. എനിക്ക് വന്നൊരു SMS ആണ്. ഇന്ത്യ ലോകകപ്പ് ക്രിക്കറ്റിന്റെ സെമി ഫൈനലിൽ പരാജയപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ ടീം ക്യാപ്റ്റനായ ധോണിക്ക് ഒരു വ്യക്തി പറഞ്ഞത്, ധോണി 2 കളിക്കാരെ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്ത്യ കപ്പ് നേടുമായിരുന്നു. അത് ഒന്ന് ഉമ്മൻചാണ്ടിയും ഒന്ന് KM മാണിയാ. അവര് ഔട്ടായാലും ഞങ്ങൾ ബാറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് ഗ്രീസിൽ നിന്ന് പോവില്ലായിരുന്നു എന്ന് പറഞ്ഞ കത്താണ്. അതാണ് എന്ന് പറഞ്ഞ SMS ആണ്. അതുപോലെയാണ് ശ്രീ ഉമ്മൻചാണ്ടിയും KM മാണിയും ഉൾപ്പെടെയുള്ള ആലിബാബയും 41 കള്ളന്മാരെയും പോലെ കാട്ടുകൊള്ള നടത്തുന്ന ഈ ഗവൺമെന്റിന്റെ ചെയ്തികളുടെ ഒരു പ്രതീകം മാത്രമാണ് ഇപ്പൊ പറഞ്ഞ ഈ സരിതയുമായി ബന്ധപ്പെട്ട സംഭവം. അങ്ങനെ വേണം കാണാൻ. ഇതിന്റെ പേരിൽ UDF MLA മാരെ നിങ്ങൾ പറഞ്ഞതുപോലെ MP മാരെ ഒക്കെ തന്നെ നടപടിയെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പല ബൈ-ഇലക്ഷൻ നടക്കട്ടെ, UDF ബെഞ്ചിൽ തന്നെ ആളുണ്ടാവില്ല. താങ്കളിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് PS സലീം, ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. താങ്കൾ കോൺഗ്രസിന്റെ പ്രതിനിധിയായി, KPCC സെക്രട്ടറിയായി താങ്കൾ ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഹൈബി ഈഡൻ, PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഒരുപാട് പ്രതീക്ഷകൾ വെച്ചിരുന്ന ആളുകളൊക്കെ തന്നെയാണ്. കൃത്യമായി വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്, പ്രതിപാദിച്ചിട്ടുണ്ട്. സരിത പറയുന്നത് കേട്ട് നടക്കുന്ന മുഖ്യമന്ത്രിയല്ലേ ഇവിടെ ഉള്ളത്? വിശ്വസിക്കണ്ടേ? അഡ്വക്കേറ്റ് സലീം. അല്ല പ്രദീപ്, ഞാൻ മുഹമ്മദ് റിയാസിന്റെ കോമഡിക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷെ ഒരു ചോദ്യം ചോദിക്കുന്നത്, പ്രദീപിന്റെ ചോദ്യത്തിൽ തന്നെ ഒരു ഉത്തരവുണ്ട്. ഒരുപാട് പ്രതീക്ഷകളുള്ള നേതാക്കന്മാരുടെ പേരുകളാണ് ഇപ്പോൾ നിങ്ങൾ ഈ ചർച്ചയിൽ ഉയർത്തിവിട്ടിരിക്കുന്നത്. ഇത് ഞാൻ ആദ്യം ചർച്ചയിലല്ല, ഉയർത്തിക്കാട്ടിയ രേഖകളാണ്, ചർച്ചയല്ല. ഞങ്ങൾ ഒരിക്കലും അതിന് തയ്യാറല്ല. ഈ മാധ്യമത്തിന് അതിൻ്റെതായ ധർമ്മമുണ്ട്. ഞങ്ങളുടെ സമയം പോലും ഞങ്ങൾ വിലപ്പെടുത്തുന്നതിൽ വിഷമിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. പറഞ്ഞോളൂ. അല്ല പ്രദീപ്, ഞാൻ നിങ്ങളുടെ മാധ്യമത്തിന്റെ നിലവാരത്തെ കുറിച്ചല്ല സംസാരിച്ചത്. നിങ്ങൾ മാത്രമല്ല, വേറെ മറ്റു മാധ്യമങ്ങളുണ്ടല്ലോ. അപ്പം നിങ്ങൾ മാത്രമായി അതിൽ ഒരു ആ രീതിയിൽ പീപ്പിൾ TV ഒറ്റപ്പെടുത്തി സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ യെല്ലോ ജേർണലിസത്തിൽ എത്രത്തോളം മുമ്പോട്ട് പോയി എന്ന് ആലോചിക്കണം. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാജൻസ്കറിയ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരുപാട് പ്രസക്തിയുണ്ട്. നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും? ഇത് ഈ വെളിപ്പെടുത്തൽ നടത്തിയതാണെങ്കിലും നിഷേധിച്ചതാണെങ്കിലും എഴുതിയതാണെങ്കിലും വരച്ചതാണെങ്കിലും ഒക്കെ ഇത് പറയുന്ന ആരാണ്? ഇതാരാണ്? ഇവിടുത്തെ വ്യക്തിമാരാണ്. ആരാണ് ഇത് സാധൂകരിക്കുന്നത്? ആരാണ് ഇത് നിഷേധിക്കുന്നത്? പ്രിയ സലീം, അത് സരിതയാണ് പറയുന്നത്. കോടികളുടെ അഴിമതി അല്ലെങ്കിൽ മന്ത്രിമാരടക്കമുള്ള കുംഭകോണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കത്ത് പുറത്തുവിട്ടതല്ല, അത് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു. ഓരോ വാർത്തയും ആദ്യം പ്രേക്ഷകർക്ക് എത്തിച്ചത് ഓരോ പേരുകളും. ആ 30 പേജുള്ള കത്ത് പഴയതാണെങ്കിൽ പോലും 30 പേജുള്ള കത്ത് ഈ കത്താണ് ഒറിജിനൽ എന്ന് പറയുമ്പോൾ മാധ്യമങ്ങളുടെ ക്യാമറകളാണ് അത് പുറത്തു കൊണ്ടുവരുന്നത്. ഓരോ പേരും പുറത്ത് ആദ്യം പ്രേക്ഷകരിൽ എത്തിച്ചത് പീപ്പിൾ TVയും. സരിതയാണ് അടിസ്ഥാനമാക്കുന്നത്, പീപ്പിൾ TV അല്ല, മാധ്യമങ്ങളല്ല. അപ്പൊ ഇന്നലെ പീപ്പിൾ TV കാണിച്ച കത്തോ? ഇതിലേതാണ് ഒറിജിനല്? ഇന്നലെ പീപ്പിൾ TV സരിത എഴുതി എന്ന് പറഞ്ഞ ഒരു കത്ത് കാണിച്ചിരുന്നു.
ആ കത്തിൽ ചില പരാമർശങ്ങളുണ്ട്. ആ കത്ത് സലീം, ആ കത്ത് ഒറിജിനൽ, ശ്രീ സലീം ദയവായി ആ കത്ത് ഒറിജിനൽ എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. എന്തിനാണ് സരിത ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചത്? ഇന്നലെ മാധ്യമങ്ങൾ പീപ്പിൾ TV അടക്കം കാണിച്ച കത്ത് നിഷേധിച്ചുകൊണ്ട്, ഇന്നലെ മാധ്യമങ്ങൾ പീപ്പിൾ TV അടക്കമുള്ള മാധ്യമങ്ങൾ പറഞ്ഞ കാര്യം നിഷേധിച്ചുകൊണ്ട് വിളിച്ച വാർത്താ സമ്മേളനം. അതോടൊപ്പം പ്രദീപ് അത് നിഷേധിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം വിളിക്കുകയും അവിടെ ഹാജരാക്കിയ കത്ത് മാധ്യമങ്ങൾ ചോർത്തിയെടുത്ത് പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുവരുന്നു. ഞങ്ങൾ പറഞ്ഞ കാര്യം സത്യമാണ് എന്ന് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ അടിസ്ഥാനമാക്കിയത് സരിത തന്നെയാണ്. അത് മാത്രമല്ല അഡ്വക്കേറ്റ് സലീം, ഇതൊരു ക്രെഡിബിലിറ്റിയുടെ ഭാഗമായി നമ്മൾ ചർച്ച ചെയ്ത് നിസ്സാരവൽക്കരിക്കരുത്. ഒരു സാമൂഹ്യ പ്രശ്നമാണ്. കേരള ജനത നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. മലയാളി സമൂഹത്തിന് അപമാനമാണ്. വേണ്ടേ? പറഞ്ഞോളൂ. അല്ല ഞാൻ ചോദിക്കുന്നത് ക്രെഡിബിലിറ്റി വേണ്ടേ? അല്ല ക്രെഡിബിലിറ്റി വേണ്ടേ? നിങ്ങൾ പറഞ്ഞത് ഇന്നലെ കത്ത് ഒറിജിനലാണ്. ഇന്ന് സരിത നിങ്ങളെ കാണിക്കാതിരുന്ന സരിതയുടെ കത്ത് നിങ്ങൾ ഒപ്പിയെടുത്തു എന്ന് പറയുന്നു. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഇത് മനഃപൂർവ്വം സരിത നിങ്ങളെ കാണിക്കാൻ വേണ്ടി ബോധപൂർവമായി ഈ കടലാസ് ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ സ്റ്റിൽ ക്യാമറകൾക്ക് മുമ്പിൽ പകർത്തി നൽകിയതാണെന്നൊരു വാദം ആരെങ്കിലും ഉന്നയിച്ചാലോ? തീർച്ചയായും വളരെ നല്ല കാര്യമാണ്. ഇത് അവിടെ ഇരിക്കുന്നത് ഇന്ന് അല്പം മുൻപ് ഞങ്ങളോട് ഈ ചർച്ചയിൽ സരിത പങ്കെടുക്കാതിരിക്കുന്നത് തന്നെ ഇതിൽ പ്രതികരിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടു പോയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ നമ്മോടൊപ്പം ഇത് വിശദീകരിക്കാൻ സരിത വരേണ്ടതായിരുന്നു. അപകടം പറ്റിക്കഴിഞ്ഞു. ശ്രീ സലീം, ഒരു നിമിഷം താങ്കളിലേക്ക് തിരിച്ചു വരാം. സലീം, അതിനകത്ത് രണ്ട് കാര്യങ്ങളെങ്കിലും ഇതിനകത്ത് നമുക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ടതുണ്ട്. ഇപ്പോൾ 2 കത്തുകളെ കുറിച്ച് പറയുന്നല്ലോ PS സലീം. ഇതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ചില വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നിട്ടുള്ളതാണ് പത്രദ്വാര. ആദ്യം സരിത ജയിലിൽ വെച്ച് തന്നെ ചില കുറിപ്പുകൾ ഇംഗ്ലീഷിൽ തയ്യാറാക്കുകയും പിന്നീട് അത് മലയാളത്തിൽ വിപുലമായി എഴുതി ചേർത്ത് മറ്റൊരു കത്തായി ഈ വക്കീലിന് കൊടുത്തയക്കുകയും ചെയ്യുന്നുണ്ട്. അത് മലയാളത്തിലാണ്. അതിന് തൊട്ടു മുമ്പ് അവർ തന്നെ തയ്യാറാക്കിയ കുറിപ്പുകളുണ്ട് ജയിലിൽ വെച്ച് തന്നെ, ഇംഗ്ലീഷിലാണത്. അതിനകത്തുള്ള ലിസ്റ്റുകളാണ് പിന്നീട് മലയാളത്തിൽ വിശദീകരിക്കപ്പെട്ടത്. അങ്ങനെ ഉള്ളടക്കത്തിൽ ഒന്നായിരിക്കുന്ന 2 കത്തുകളുണ്ട്. അത് മുമ്പ് വന്നു കഴിഞ്ഞ കാര്യമാണ്. അപ്പം കോടതി കൊടുക്കാൻ വേണ്ടി വക്കീലിന് കൊടുത്ത കത്തല്ല ഇവിടെ കാണിച്ചതവർ. അതിനു മുമ്പ് അവർ ജയിലിൽ വെച്ച് തന്നെ ഉണ്ടാക്കിയ സ്ക്രിപ്റ്റാണ് അതിന്റെ അതാണ് പറയുന്നത്. അതല്ല സലീം അവകാശമായി ഉന്നയിക്കുന്നത് സരിത എസ് നായർ അല്ലെങ്കിൽ ബിജു രമേശ് ഇവരുടെയൊക്കെ ഒരു വിശ്വാസ്യതയാണ് അദ്ദേഹം അവസാനത്തെ ഇതായിട്ട് സരിത എസ് നായരെ വിശ്വസിക്കണ്ടോ എന്നല്ല, അവർ കാണിച്ച കത്തുണ്ടല്ലോ, അതിൻ്റെ ക്ലോസ് ഷോട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഈ കാര്യമൊക്കെ കുറിപ്പുകളായി അവർ എഴുതി വെച്ചിരിക്കുന്നു. അതാണ് പിന്നെ വിപുലീകരിച്ചത് സലീം. ഇപ്പോൾ കാണിക്കുന്നത് സരിത എസ് നായർ നമ്മൾക്ക് വേണ്ടി ഒരു പ്രത്യേക ചാനലിന് വേണ്ടി ഇത് പർപ്പസ്ഫുള്ളായി കാണിക്കുന്നു ഈ ഷോട്ടുകളിൽ നിന്ന് മനസ്സിലാവില്ല. അവരെ ഉയർത്തിപ്പിടിക്കുകയും പിന്നീട് അതിൻ്റെ ക്ലോസപ്പ് ആളുകൾ അവരറിയാതെ തന്നെ എടുക്കുകയും ചെയ്തിരിക്കുകയാണ്. വീഡിയോ ദൃശ്യങ്ങളല്ല, ഫോട്ടോഗ്രാഫിക് ദൃശ്യങ്ങളാണ്, അതിന്റെ പുറകിൽ നിന്നെടുത്ത ദൃശ്യങ്ങളാണ്. അങ്ങനെ ഒരു ദൈവത്തിന്റെ കണ്ണും കയ്യൊപ്പും ഉണ്ട് ഈ കാര്യത്തിൽ എന്ന് സരിത എസ് നായർ അണ്ടർഗോ ചെയ്യുമ്പോൾ അറിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. അങ്ങനെ നോക്ക് PS സലീം. സലീം പറഞ്ഞ ഒരു വാദത്തിന് ചെറിയ ശരിയുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ. കാരണം സരിതയെ പോലെ സൂത്രശാലി, ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും സൂത്രശാലിയായ ഒരു വ്യക്തി സരിത തന്നെ. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയേക്കാൾ സൂത്രശാലിയായിരിക്കും. അപ്പൊ സരിതയെ പോലെ സൂത്രശാലിയായ ഒരാൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഇത് വളരെ കൃത്യമായ ഒരു അജണ്ട സരിതയ്ക്കുണ്ട്. സരിതയുടെ സരിതയുടെ വേ ഓഫ് മാർക്കറ്റിംഗ് എന്താണ്? സരിത എന്ന് പറയുന്നത് വലിയൊരു സാമ്പത്തിക കുറ്റവാളിയാണ്. കോടാനുകോടി രൂപയുടെ ഇടപാട് നടത്തിയിട്ടുണ്ട്. അവരതിനെ ഉപയോഗിച്ചത് അവരുടെ ശരീരം അല്ലെങ്കിൽ അവരുടെ സ്ത്രീ എന്ന് പറയുന്ന അഡ്വാൻറ്റേജ് ഇതിനുപയോഗിച്ചാണ് അവർ ബിസിനസ് നടത്തിയത്. ആ ബിസിനസ്സിനെ വിജയിപ്പിക്കാൻ വേണ്ടി അവർ എന്ത് തന്ത്രവും എടുക്കും. അത്തരത്തിലുള്ള ഒരു കാരണം സരിത മാധ്യമങ്ങളിലൂടെ സരിതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേര് നിയമ നടപടികളൊന്നും ഉണ്ടാവത്തില്ല എന്ന് അവർക്ക് ഉറപ്പാണ്. കാരണം ഈ പറയുന്ന ഭരണ സംവിധാനങ്ങൾ ഒന്നടങ്കം അവരുടെ ഈ പറയുന്ന തട്ടിപ്പുകളുടെ ഒന്നല്ല മറ്റൊരു തരത്തിൽ ഭാഗമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന സരിത ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഈ നിയമപരമായ കേസുകളെല്ലാം തീർത്തിട്ട് സരിത ഒരിക്കൽ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിനോട് പറഞ്ഞതാണ്, സരിതയ്ക്ക് ഒരു 15 കൊല്ലത്തിനകം സരിത ഇവിടെ ഒരു മന്ത്രിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ആംബീഷ്യസായ സ്ത്രീയാണ് സരിത.
അത്തരത്തിൽ കാര്യങ്ങൾ നിൽക്കുന്ന ആളാണ് സരിത. അതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല, നമ്മൾ ഇതുവരെയുള്ള സരിതയുടെ പേരിൽ ആരോപണം ഉന്നയിക്കപ്പെട്ട വ്യക്തികളുടെ ലിസ്റ്റ് എടുത്താൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ സരിത വളരെ ആത്മാർത്ഥം കാണിച്ചിട്ട് ഒരു വ്യക്തിയോടെ ഉള്ളൂ, അത് ഗണേഷ് കുമാറോട് മാത്രമാണ്. അപ്പം ഗണേഷ് കുമാർ, സരിത തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കത്ത് ഞാൻ ഗണേഷ് കുമാറിനെ ഏൽപ്പിച്ചു, അല്ലെ ഗണേഷ് കുമാറിൻ്റെ ആളെ ഏൽപ്പിച്ചു എന്ന് മാത്രം എനിക്ക് വ്യക്തമായി അറിയാവുന്നൊരു കാര്യമുണ്ട്. ഒരു 8 മാസം മുൻപ് മംഗളത്തിൻ്റെ പത്തനംതിട്ട ബ്യൂറോ ചീഫായ സജിത് പരമേശ്വരനെ മനോജ് എന്ന് പറയുന്ന നമ്മുടെ പിള്ളയുടെ വലം കൈ ശരണ്യ മനോജ് പോയി സമീപിക്കുകയും ശരണ്യ മനോജ് ഈ സജിത് പരമേശ്വരനെ സ്വന്തം കാറിൽ കയറ്റി പത്തനംതിട്ട ടൗണിൽ കൂടെ ഏകദേശം കുറേ നേരം യാത്ര ചെയ്യിപ്പിച്ചിട്ട് 30 പേജിലെ കത്ത് വായിക്കാൻ കൊടുത്തു. എന്നിട്ട് ഏകദേശം 12 പേജ് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു മേടിച്ചു. അത് വെച്ച് നീ എന്തെങ്കിലും ചെയ്യേ, ബാക്കി നമുക്ക് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞൊരു സംഭവം 8 മാസം ഉണ്ടായതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്തുണ്ടായിരുന്നു, വേണുഗോപാലൻ ഉമ്മൻചാണ്ടിയുടെ മകനും ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ആദ്യത്തെ ഘട്ടത്തിൽ വന്നിരുന്നതാണ്. അതുകൊണ്ട് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? പിന്നെ കേസുമായി മുന്നോട്ട് പോയില്ല, ഇല്ല, ആരും പോയിട്ടില്ല. അപ്പൊ ഇതിനകത്തുള്ള കത്ത് വ്യാജമാണെന്നുള്ള ആരോപണം രാവിലെ ജോസ് കെ മാണിയെ സംരക്ഷിക്കാൻ വേണ്ടി സരിത രംഗത്തിറങ്ങിയപ്പോഴേ ഞാൻ ജോസ് കെ മാണിയെ വിളിച്ച് പറഞ്ഞതാണ്, നിങ്ങളുടെ കൈവിട്ടു പോകും. കാരണം എനിക്ക് ഈ കാര്യത്തിൽ ജോസ് കെ മാണിയോട് ചെറിയ സഹതാപമുണ്ട്. ഞാൻ മുമ്പ് ഈ കാര്യത്തിൽ പറഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് ജോസ് കെ മാണി നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഈ വിഷയത്തിൽ. കാരണം ജോസ് കെ മാണിയോട് 10 കൊല്ലത്തെ പരിചയം എനിക്കുണ്ട്. ജോസ് കെ മാണി പല നേതാക്കന്മാരെ എനിക്കറിയാം, സ്ത്രീകളെ കണ്ടാൽ റിലേ വിടുന്ന പലരും എനിക്കറിയാം. പക്ഷേ ജോസ് കെ മാണി അങ്ങനത്തെ ഒരാളെ ഞാൻ പേഴ്സണലി കരുതുന്നില്ലേ, എൻ്റെ കരുതൽ ശരിയാണ്. പക്ഷേ സരിത അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ജോസ് കെ മാണി ഇന്ന് തന്നെ വിളിച്ചു പറഞ്ഞത് അപകടകരമായ ഒരു അവസ്ഥയാണ്. കാരണം സരിത സംരക്ഷിച്ചാൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ജനത്തിന് വിശ്വാസം പോവും. എനിക്ക് PC ജോർജിനോട് ആദ്യമായിട്ട് ബഹുമാനം തോന്നിയത് രാവിലെ സരിത ചീത്ത വിളിച്ചപ്പോഴാണ്. കാരണം സരിതയുടെ തന്ത്രങ്ങളും സരിതയുടെ സമീപനങ്ങളിലും വലിയ അപകടകര അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, ഈ കത്ത് വ്യാജമാണ് എന്നുള്ള വാദത്തിന് ഇനി ദയവായി സലീമിനെ പോലുള്ളൊരു പോവരുത്. അത് കത്ത് ആവാതിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. പക്ഷേ സരിതയെ പോലുള്ള ഒരാൾ ഈ കത്ത് ഉന്നയിച്ച് അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കാലാകാലങ്ങൾ ഉപയോഗിക്കുന്നു. ഇപ്പോഴും ഞാൻ സലീം പറഞ്ഞ ഭാഗത്ത് ഇപ്പോൾ പോലും സരിത ഈ കത്ത് വെളിയിൽ വന്ന് സരിത അറിയാതെ ക്യാമറകൾ ഒപ്പിയെടുത്തതാണെന്നുള്ള വിശ്വാസം എനിക്കില്ല. കാരണം കഴിഞ്ഞ ദിവസം പല പ്രമുഖ മാധ്യമപ്രവർത്തകരും പറഞ്ഞ മാതിരി ഈ സോളാർ അടക്കമുള്ള പ്രധാനപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായപ്പോഴൊന്നും നമ്മുടെ കേരളത്തിലെ ഒരു പത്രമാണ് PC ജോർജും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു. ഏത് സമയവും നമുക്ക് ആ വാർത്ത കിട്ടും. ചർച്ച തുടരാം. അപ്പം അത് പറഞ്ഞു. അതുകൊണ്ട് സരിത അറിയാതെ ആണ് ഇത് സംഭവിച്ചെന്നൊരു വാദം എനിക്കില്ല. സലീം എൻ്റെ സുഹൃത്തും ഞങ്ങൾ നാട്ടുകാരാണ്, ഞാനും സലീം ഒരു നാട്ടുകാരാണ്. അതുകൊണ്ട് പറയാണ് സലീമെ ആ ഒരു വാദത്തിൻ്റെ പ്രസക്തി കഴിഞ്ഞുപോയി. പക്ഷേ സരിതയെ പോലുള്ള ഒരാൾ എഴുതി വെച്ച, അതായത് ക്രിമിനൽ ഇത്രയും വലിയൊരു കേസിൽ പ്രതിയായി ബ്ലാക്ക് മെയിൽ നടത്തിക്കൊണ്ട് സരിതയെ പോലെ ഒരാൾ എഴുതി വെച്ച കത്തിനെ അടിസ്ഥാനമാക്കി കേരളീയ സമൂഹം വലിയ ചർച്ചകൾ നടത്തുകയും വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി. നമുക്കൊന്ന് അഡ്വക്കേറ്റ് PS സലീമിലേക്ക് പോയി തിരിച്ചു വരാം. നിയമപരമായ നടപടികൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അതേസമയം തുടക്കമിട്ട് പിൻവാങ്ങുന്നു, ഭയപ്പെടുന്നു. അതൊരു തരം അത് സൂക്ഷിക്കേണ്ട കാര്യമല്ലേ? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകന് നിയമപരമായിട്ട് മുന്നോട്ട് പോകാമല്ലോ. ഹൈവേ ഇടൻ എന്താ കുഴപ്പം? വെള്ളാപ്പള്ളി നടേശന് ഭയമാണോ? ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആരോപണം ഉന്നയിക്കുന്ന എതിരാളികൾക്കെതിരെ നിയമപരമായ നടപടികളുമായി മുമ്പോട്ട് പോകണമെന്ന് പറയുന്ന വാദം നമുക്ക് ഏത് സമയത്തും അംഗീകരിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്, അതിനൊരു മറുപടി വന്നിട്ടുണ്ട്. തുടർ നടപടികൾ പലപ്പോഴും സ്വീകരിക്കാതിരിക്കുന്നത് അത് ആരോടെങ്കിലും ഉള്ള ഒരു അവരുന്നയിച്ച ആരോപണങ്ങളിലുള്ള അതിൻ്റെ ഒരു സ്ട്രെങ്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും ആവണമെന്നില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ ഒരു മനസാക്ഷിയുടെയും അവരുടെ ഒരു സമീപനം. വളരെ സാത്വികനാണെന്ന് അറിയാം. താങ്കളെ പോലുള്ള നേതാക്കളെ എല്ലാം പക്ഷേ ചില പേരുകൾ വളരെയധികം പേരുകൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഷാജൻ സ്കറിയ പറഞ്ഞു ജോസ് കെ മാണിയെ പുള്ളിക്ക് അങ്ങനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അടുപ്പക്കാരാണ്. അതുപോലെ താങ്കളുടെ അടുപ്പക്കാരല്ലേ ഈ പറഞ്ഞ പേരുകൾ, ഈ എഴുതി കാണിക്കുന്ന പേരുകൾ താങ്കൾ കാണുന്നുണ്ടെങ്കിൽ? അല്ല പ്രതിപക്ഷ ഷാജൻ സ്കറിയ അതിനകത്ത് വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഞങ്ങൾ യോജിച്ചൊരു കാര്യമുണ്ടല്ലോ, ഇത് സരിത വളരെ നിഷ്കളങ്കമായി അലക്ഷ്യമായി നിങ്ങളുടെ മുമ്പിൽ ഇട്ട ഒരു സാധനം നിങ്ങളുടെ ഒരു വൈദഗ്ധ്യം കൊണ്ട് ഒപ്പിയെടുത്തു എന്നുള്ള കേരളത്തിലെ പിന്നെ ഇപ്പോൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫീസ് മുഴുവൻ ഒരു വലിയ ബ്രേക്കിംഗ് ഇവന്റ് സമ്മാനിച്ചു എന്ന മട്ടിലാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ ഇത് കണ്ട് ഉള്ളിൽ സരിത ചിരിക്കുന്നുണ്ടാവും. കാരണം കേരളത്തിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്ത ഒരാളാണ്. അതാണ് സാമ്പത്തിക രാഷ്ട്രീയമാണോ സരിതയുടെ ഇതിൽ നിന്ന് വെളിവാകുന്നത്? ആ സരിത ഇത് മാർക്കറ്റ് ചെയ്യുമ്പം സാമ്പത്തിക സരിതയുടെ പ്രസക്തി ഇന്നും കേരള സമൂഹത്തിൽ നിലനിർത്താൻ കഴിയുന്നില്ലേ?
ഇപ്പൊ ഇന്ന് തിരുവനന്തപുരത്തെയും പത്തനംതിട്ടയിലെയും മാധ്യമപ്രവർത്തകർ സരിതയുടെ വാക്കുകൾ കൊണ്ട് കാത്തിരുന്നില്ലേ? അതിന് മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്മാർത്ത വിചാരത്തിന് വേണ്ടി കേരളത്തിൽ ഞാൻ എന്താ പറയുക, അന്ന് ഒരു യെല്ലോ ജേർണലിസത്തെ ഇഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളും സരിതയുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർത്ത് കാത്തിരുന്നതാണ്. അഡ്വക്കേറ്റ് സലീം, താങ്കൾ ഓർക്കുന്നുണ്ടാവും ഈ വിഷയം, സരിത എസ് നായർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വാർത്ത ആദ്യമായി ബ്രേക്ക് ചെയ്തപ്പോൾ അതും യെല്ലോ ജേർണലിസമായി കുറെ ആളുകൾ കണ്ടിരുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒരു ജുഡീഷ്യൽ കമ്മീഷനാണ് ഇപ്പോൾ ഇതെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. യെല്ലോ ജേർണലിസം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്നതിനപ്പുറത്ത് സത്യത്തെ ഉൾക്കൊള്ളണ്ടേ? താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ മുഹമ്മദ് റിയാസ്, ഇതൊരു മഞ്ഞപത്ര പ്രവൃത്തിയായിട്ടൊക്കെ കാണേണ്ട സാഹചര്യമാണോ? ശ്രീ മുഹമ്മദ് റിയാസ്, സരിതയെ വിളിച്ച് സല്ലപിച്ചു എന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ കൊടുക്കുന്ന കേൾക്കുന്നില്ല. ശ്രീ ഭാസുരേന്ദ്രബാബു, ഇനിയിപ്പോൾ നമ്മൾ മുഹമ്മദ് റിയാസിലേക്ക് തിരിച്ചു വരാം. യഥാർത്ഥത്തിൽ ഈ ചർച്ചയുടെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് തീർച്ചയായും ഇതിൻ്റെ ഇത് ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. സംഭവങ്ങൾ വളരെ ഗുരുതരമാണ്. എനിക്ക് തോന്നുന്നത് പി എസ് സലീം ഓർക്കേണ്ട ഒരു കാര്യം, സരിത എസ് നായർ ഒരു ഫോർഗോൺ എപ്പിസോഡാണെന്നും ആ കത്ത് ഒരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാമായിരുന്നു. എപ്പോഴാണ് ഈ കത്തൊക്കെ വന്നത്? സരിത എസ് നായരുടെ മുൻകൈയിലല്ലല്ലോ സലീം ഇതെല്ലാം വന്നത്. മറിച്ച് കേരള രാഷ്ട്രീയത്തിൽ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലും പുതിയ ധ്രുവീകരണവും വരുമ്പോൾ, ഉമ്മൻചാണ്ടിയുടെ ആഭിമുഖ്യത്തിലുള്ള മന്ത്രിസഭയിൽ അനിശ്ചിതത്വങ്ങൾ സംഭവിക്കുമ്പോഴൊക്കെ സരിത എസ് നായരുടെ കത്ത് പ്രമുഖമാകുന്നത് സരിത എസ് നായരുടെ മുൻകൈ കൊണ്ടല്ല, മറിച്ച് അവരുമായി പലതും അവിഹിതമായി പങ്കുവെച്ച ആളുകൾക്കിടയിൽ തർക്കം വരുന്നത് കൊണ്ടാണ്. അതാണ് താങ്കൾ ശ്രദ്ധിക്കേണ്ടത്. അത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുതൽ ഇനി ആര്യാടൻ മുഹമ്മദോ മറ്റു മന്ത്രിമാരോ കെ സി വേണുഗോപാലോ എല്ലാവരുടെയും പേരുകൾ പേർത്തും പറയേണ്ടി വരുന്ന ഗതികേട് സൃഷ്ടിച്ചത് സരിത എസ് നായരല്ല. സരിത എസ് നായർക്ക് അവരുടേതായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇതിന് വശകമായി അവരിൽ നിന്ന് തന്നെ കൈക്കൂലി വാങ്ങി അവരെ തന്നെ ഉപയോഗിച്ച ഈ പുതിയ അടവ് നയമുണ്ടല്ലോ, അത് പങ്കുവെച്ച കോൺഗ്രസ് നേതാക്കളല്ലേ സലീം ഇതിന് മറുപടി പറയേണ്ടത്? സരിത എന്ന സ്ത്രീയുടെ സാക്ഷ്യത്തിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ജോസ് കെ മാണിയുടെ ധാർമ്മികതയെക്കുറിച്ച് എന്താണ് പി എസ് സലീം താങ്കൾക്ക് വക്കീൽ എന്ന നിലയ്ക്കും കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്കും അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്കും പറയാനുള്ളത്? അങ്ങനെ വരുമ്പോൾ ഇത് സരിതയുടെ ഇഷ്യൂ അല്ല, മറിച്ച് സരിതയെ ചുറ്റിപ്പറ്റി ഉപഗ്രഹങ്ങളായി സഞ്ചരിച്ച പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്ക് സംഭവിച്ച അപജയമാണ് എന്ന് താങ്കൾ എന്തുകൊണ്ട് താങ്കളുടെ പാർട്ടിക്കുള്ളിൽ പറയുന്നില്ല? അതാണ് പ്രശ്നം. അല്ലാതെ ഈ ചർച്ചയ്ക്കിടയിൽ തന്നെ പ്രൊഡ്യൂസർ ശ്യാം, നമുക്ക് സെക്രട്ടേറിയറ്റിൽ നമ്മുടെ ലേഖകർ അവിടെ ഉണ്ടെങ്കിൽ പി സി ജോർജുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉണ്ടെങ്കിൽ തരാൻ തയ്യാറാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ ശ്രീ മുഹമ്മദ് റിയാസിലേക്ക് പോവുകയാണ്. മുഹമ്മദ് റിയാസ്, ഈ ചർച്ചയിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ടി വിയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുന്ന ഒരുപാട് പേരുകൾ, വളരെ പ്രമുഖരായ നേതാക്കൾ, ആര്യാടൻ മുഹമ്മദ്, പി സി വിഷ്ണുനാഥ്, ഹൈബി ഈഡൻ, എ പി അനിൽകുമാർ, കെ പി അനിൽകുമാർ, അങ്ങനെ ഒരുപാട് പേരുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു മൂല്യച്യുതിയെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? AICC സരിതയോട് നന്ദി പറയണം. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. ഹലോ, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം സരിതയോട് നന്ദി പറയണം. കാരണം കേരളത്തിലെ കോൺഗ്രസിൽ കുറെ കാലത്തിന് ശേഷം ഒറ്റക്കെട്ടായി ഒരു വിഷയത്തിൽ നിലപാട് കൈക്കൊണ്ടത് ഈ വിഷയത്തിലാണ്. കാരണം എല്ലാ ഗ്രൂപ്പിലുള്ളവരും ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിന്റെ ഭാഗമായി ഒരു ഐക്യം എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസിൽ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഏതെങ്കിലും സരിതയുമായി ബന്ധപ്പെട്ട വിഷയം അങ്ങനെ ഒറ്റപ്പെട്ടൊരു വിഷയമായി കാണാൻ വേണ്ടി പറ്റില്ല. ഇതൊരു നെക്സസ് ആണ്. ഒരു നെക്സസ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നു. കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ലംഘനം, ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നടന്നിട്ടുള്ള ഒരു നെക്സസ് പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള വെട്ടിപ്പും തട്ടിപ്പും ഉൾപ്പെടെയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. അതിനാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഹൈലൈറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ഇവിടെ നേരത്തെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ബഡ്ജറ്റ് ഉൾപ്പെടെ വിൽക്കപ്പെടുന്നതിന്റെ ഭാഗമായി ലഭിക്കുന്ന കോഴ എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു? ആ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കെ എം മാണി സാർ വന്നപ്പോ ലഡു വിതരണം ചെയ്ത പലരും ആണല്ലോ ലിസ്റ്റിലുള്ളത്. എന്തിനവർ ലഡു വിതരണം ചെയ്തു? എന്താണ് അവർക്ക് അതുണ്ടായ അത്യാഹ്ലാദത്തിന്റെ കാരണം മറ്റൊന്നുമല്ല. ഇതിന്റെ ഭാഗമായി ബഡ്ജറ്റ് വിറ്റ് കിട്ടുന്ന തുക വെച്ച് തങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ മറക്കപ്പെടും, അത് കൈകാര്യം ചെയ്യപ്പെടും, ഡീലിങ്ങിലൂടെ കൈകാര്യം ചെയ്യപ്പെടും എന്നുള്ള ആഹ്ലാദമാണോ ആ ലഡു വിതരണത്തിലുള്ളത് എന്നൊക്കെ തന്നെ സമൂഹം
സംശയിച്ചാൽ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. ഇവിടെ വളരെ കൃത്യമായി ഈ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിൽ വന്നിട്ടുള്ള അപജയം, അഴിമതി, ഇതെല്ലാം തന്നെ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. അല്പമെങ്കിലും ലജ്ജയുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രി, ഇതിന്റെ ജനപ്രതിനിധികൾ രാജിവെച്ച് പുറത്തു പോകണം. ശ്രീ മുഹമ്മദ് റിയാസ്, ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. നമുക്ക് ഇപ്പോൾ കുറെ മാസങ്ങളായി, ഇപ്പോൾ ഒരു വർഷത്തോളം ആവാറായി ഇപ്പോൾ ഈ വിഷയം മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഈ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ സരിത എസ് നായരുമായിട്ടുള്ള ബന്ധം, അതുപോലെ PC ജോർജിനെ ഭയപ്പെട്ടത്, ഇതൊക്കെയല്ലേ ഇപ്പോൾ ഈ പുറത്ത് വരുന്ന ഈ ബ്രേക്കിംഗ് ന്യൂസിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയേണ്ടത്, അനുമാനിക്കേണ്ടത്? എന്താ സംശയം? കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടെ നേരത്തെ കോൺഗ്രസിന്റെ വക്താവ് പറഞ്ഞതുപോലെ രാത്രി അസമയത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും ഫോണ് വന്നതാണ്, ആകെ സരിതയുമായുള്ള ബന്ധം, അതേതോ ക്ലർക്കോ പ്യൂണോ വേറെ ആരോ വിളിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് തട്ടിതപ്പി അതൊന്നും ജനം വിശ്വസിക്കാൻ പോകുന്നില്ല. കേരളത്തിന്റെ ഭരണത്തലവനും സരിതയുമായുള്ള ബന്ധം, കേരളത്തിന്റെ ഭരണത്തലവന്റെ മകനും ഉൾപ്പെടെയുള്ള ബന്ധം, ഇതൊക്കെ തന്നെ കേരളത്തിലെ 1ാം ക്ലാസ്സിലെ കുട്ടി ഉൾപ്പെടെ തിരിച്ചറിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടിക്കും ഇതിനകത്ത് ഒരു ശരിയായ നിലപാടെടുത്ത് പോകാൻ വേണ്ടി സാധിക്കില്ല. ഇനി പലതും ഇനിയും പുറത്തു വരാനുണ്ട്. ഇതൊക്കെ ഓരോന്നോരോന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും UDFന്റെ സ്ഥിതി എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കണം. എന്താവും അവസ്ഥ? അപ്പൊ ആ ഒരു അവസ്ഥയിൽ, ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ മുഹമ്മദ് റിയാസിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഈ പറഞ്ഞ PC ജോർജ് വിഷയം, PC ജോർജാണ് ഈ കുടത്തിൽ നിന്ന് ഭൂതത്തെ പുറത്തുവിട്ടതെന്ന് ഒരു വിഭാഗം പറയുന്നു, ബാലകൃഷ്ണ പിള്ളയാണെന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. അല്ല, PC ജോർജിന്റെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അക്ഷന്തവ്യമായ കാലതാമസമുണ്ടായി നമുക്കറിയാം. പെസഹ വ്യാഴാഴ്ച മുതൽ അടുത്ത ആഴ്ചയിലെ കാര്യങ്ങൾ വരെ എത്തി നിൽക്കുന്നു PS സലീം. ഈ നിമിഷവും ഉറച്ചൊരു തീരുമാനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പറയാൻ കഴിയുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. ഏത് സമയം എന്തും മാറാം. കാരണം ഇത് മന്ത്രിമാരോ അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്നവരോ മാത്രം ചേർന്ന് നടത്തുന്ന ഒരു കാര്യമല്ല. നമുക്കറിയാം, KM മാണി സാർ ഒന്ന് ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ രാജി എത്തിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ ആളായിരുന്നല്ലോ PC ജോർജ്. അദ്ദേഹം പിന്നീട് പറഞ്ഞ എന്താ, മിസ്റ്റർ മാണി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് സമനില തെറ്റിയിരിക്കുന്നു എന്നിടത്തേക്കെത്തി. ഇന്ന് വൈകുന്നേരം അദ്ദേഹം പറഞ്ഞത് വെറും മാണി മാംസക്കച്ചവടക്കാരനായി മാറിയിരിക്കുന്നു എന്നാണ്. സരിതയുടെ രംഗപ്രവേശം ഉണ്ടാക്കിയ ഗുണപരമായ മാറ്റമാണ് UDFനകത്തെ ചർച്ചയുടെ മാംസളത്വം. ആ നിലയ്ക്ക് കാര്യങ്ങൾ അധപ്പതിക്കുമ്പോൾ ഇങ്ങനെ വൈകിക്കൊണ്ട് പോകുന്ന കാര്യത്തിൽ, ഒരു നല്ല കോൺഗ്രസ്സുകാരാണ് താങ്കളെന്ന് ഞാൻ കരുതുന്നു, ഇങ്ങനെ വൈകിക്കൊണ്ടുവന്ന കാര്യത്തിൽ ഉമ്മൻചാണ്ടിയോട് എന്ത് ബഹുമാനമാണ് ബാക്കിയുള്ളവർക്ക് തോന്നാൻ കഴിയുക? കോൺഗ്രസ് എന്ന പാർട്ടിയുടെ തകർച്ച എന്ന റിസ്ക് ബെയർ ചെയ്തുകൊണ്ട് ഈ വൈകൽ എങ്ങനെ നിലനിൽക്കും? അതുമാത്രമല്ല, കേരള കോൺഗ്രസ് പാർട്ടിക്ക് നിലനിൽക്കണമെങ്കിൽ ജോസ് കെ മാണിയെയും KM മാണിയെയും പോലെയുള്ള മുഖങ്ങൾ എത്ര നാൾ അതിനെ അവതരിപ്പിക്കാൻ കഴിയും? ഈ തരം ഒരു പുനഃചിന്ത ഇക്കാര്യത്തിൽ സംഭവിക്കുകയും അതിൻ്റെ പ്രതികരണം നേതാക്കൾ പടർന്നു കയറുകയും ചെയ്തതാണ്. തീരുമാനം വൈകി പോകുന്ന ഈ നിമിഷം വരെ തീരുമാനം വരുന്നില്ല. എന്തുകൊണ്ട് തീരുമാനത്തിൻ്റെ വെള്ളപ്പുക ഉയരുന്നില്ല മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ നിന്ന് എന്ന് PS സലീം താങ്കൾക്കൊന്ന് വിശദീകരിക്കാമോ? ശ്രീ PS സലീമിലേക്ക്. ഭാസുരേന്ദ്ര ബാബുവിന് ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ഞങ്ങളുടേതും LDFന്റെയും തീരുമാനങ്ങൾ തമ്മിൽ രാവും പകലും വ്യത്യാസമുണ്ട്. UDF ഒരു ജനാധിപത്യ പ്രവർത്തന ശൈലി പിന്തുടരുന്ന മുന്നണിയാണ്. സ്വാഭാവികമായി ഏത് കാര്യങ്ങളെ കുറിച്ച് തീരുമാനമെടുക്കുമ്പോൾ ഞങ്ങൾ അത് വ്യത്യസ്ത തലങ്ങളിൽ ചർച്ചകളുണ്ടാവും, ആശയവിനിമയങ്ങളുണ്ടാവും, അന്തിമമായി തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. അത് മുഖ്യമന്ത്രി തീരുമാനം കേട്ടിട്ടുണ്ട്. ജയിലിലിരുന്ന് എഴുതിയ കത്തുകൾ എങ്ങനെ പ്രതികരിക്കുന്നു? സരിതയുടെ ജയിൽ കത്ത് ഇല്ല, ജവഹർലാൽ നെഹ്റു വരെ ജയിലില്ല. ഞാൻ ഈ ജോർജിലേക്ക് വരുന്നതായിരിക്കും. താങ്കളിലേക്ക് തിരിച്ചു വരാം. ജോർജുമായി ബന്ധപ്പെട്ട വിഷയത്തില് കൃത്യമായിട്ട് ഞാൻ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ സൂചിപ്പിച്ചിരുന്ന വിഷയം, അതായത് വ്യാഴാഴ്ച അന്ന് ആവശ്യപ്പെടുമ്പോൾ, മാണി ഇത് ആവശ്യപ്പെടുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് മാണി ആവശ്യപ്പെട്ടിരുന്നത്. അന്ന് തന്നെ ജോർജ് എന്നോട് കളിക്കുന്നവരല്ല, മറ്റുള്ളവരോട് കളിക്കുന്നവരല്ല, എന്നോട് കളിക്കുമ്പോൾ ജോർജ് ഭീഷണിയായിട്ട് രംഗത്തിറങ്ങിയിരുന്നു. ജോർജ് ഭീഷണിയായിട്ട് രംഗത്തിറങ്ങുകയും ഈ പറയുന്ന സരിതയുടെ കത്ത് തന്നെയാണ് ജോർജിൻ്റെ പ്രധാനപ്പെട്ട ആയുധം എന്ന് കാണിക്കുകയും ചെയ്തുകൊണ്ട് ഡിലേ ആയത്. അപ്പം ഈ കത്ത് വെളിയിൽ വരുമെന്ന് UDF സർക്കിളിൽ എല്ലാവർക്കും, KM മാണി അടക്കമുള്ള, KM മാണിയുടെ മകനടക്കമുള്ള എല്ലാവർക്കും ബോധ്യമായിരുന്നു. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട പല ആളുകളുടെയും ചർച്ചകളിൽ ഞാൻ കേട്ടതാണ്.
പക്ഷേ എന്നിട്ടും അത് വരട്ടെ, കാരണം അതിലൊരു പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞ് എന്തായാലും അയാൾ അത് കുളവാക്കും. പക്ഷേ എല്ലാ കാലവും ഈ ജോർജിനെ പേടിച്ച് കഴിയുന്നേക്കാട്ടും നല്ലത് ഇയാൾ ഇതങ്ങ് പറഞ്ഞു തീർക്കട്ടെ. അവർ മാതൃകയാക്കിയത് ഉമ്മൻചാണ്ടിയാണ്. എന്തെല്ലാം ആരോപണങ്ങളുണ്ടായാലും പിറ്റേ ദിവസം ചെറിയൊരു വിക്കി സംസാരിച്ച് അതിനെ അതിജീവിക്കാൻ ഉമ്മൻചാണ്ടിക്കുള്ളൊരു കഴിവെന്ന് പരീക്ഷിച്ച് നോക്കിയാണ് ഈ കഴിവാണോ അത്? അല്ല, ഒരു തരം ഒരു തന്ത്രം, അതൊന്ന് പരീക്ഷിച്ച് നോക്കി, ധാർമ്മികമായ തന്ത്രം. അപ്പോൾ ഇവിടെ ജോർജിൻ്റെ കാര്യത്തിൽ കെ.എം. മാണി വിട്ടുവീഴ്ച ചെയ്യത്തില്ല എന്ന് പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. അതിൻ്റെ കാരണം കെ.എം. മാണി ജോർജിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്താൽ കെ.എം. മാണിയുടെ പാർട്ടി ഇല്ലാതാവും. അതുകൊണ്ട് ഇപ്പം സരിത വെളിയിൽ വന്നാലും സരിതയുടെ കത്ത് വെളി, കാരണം സരിതയുടെ കത്ത് വെളിയിൽ വരുമ്പോൾ കെ.എം. മാണിക്കും കേരള കോൺഗ്രസും ഉണ്ടാകുന്നതിനേക്കാൾ ക്ഷീണം സംഭവിക്കുന്നത് കോൺഗ്രസിനും ഉമ്മൻചാണ്ടിക്കാണ്. ഇത് കോൺഗ്രസിനും ബാധകമാണ്. ഉമ്മൻചാണ്ടിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ കോൺഗ്രസിനെ റിസ്ക് ചെയ്യേണ്ടി വരും. അല്ല, പക്ഷേ ഉമ്മൻചാണ്ടി ഇവിടെ ഒരു പ്രോബ്ലം ഫാസിൽ ബാബു, അതായത് ഉമ്മൻചാണ്ടി ഏത് തരം ക്രൈസിസിനെയും വളരെ വളരെ നാലുകാലിൽ നിന്ന് കൈകാര്യം ചെയ്യാനൊരു പ്രാഗൽഭ്യമുള്ള ആളാണ്. ഞാൻ പറഞ്ഞ ഒരു റിസർച്ച് ചെയ്യേണ്ട സബ്ജക്റ്റാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്. പക്ഷേ കേരള കോൺഗ്രസോ കെ.എം. മാണിയോ അങ്ങനെയല്ല. കാരണം നമ്മൾ മനസ്സിലായില്ലേ, ബാർക്കോഴ വിവാദം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ മാണി പതറിപ്പോയത് എത്ര ഭീകരമായിട്ടാണ് മാണി പതറിപ്പോയത്. എത്രയോ കാലത്തിന് ശേഷമാണ് മാണിക്ക് അതിന് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞത്. ഈ മാണി റിക്കവർ ചെയ്തതും എങ്ങനെയാണ്, അതിനേക്കാൾ അപകടം പിടിച്ചൊരു സംഭവം ഉണ്ടായപ്പോഴാണ്. അതായത് ഇങ്ങനെ മുമ്പോട്ട് പോയാൽ കേരള കോൺഗ്രസ് ജോർജ് കൊണ്ടുപോകുമെന്ന് മാണിക്ക് ബോധ്യമായപ്പോഴാണ് മാണി ധീരനായത്. അതോടൊപ്പം അവിടെ ഏറ്റവും പ്രസക്തമാകേണ്ട ഒരു ചോദ്യം, സലിം പറയുന്നു ഇത്തരം വാർത്തകൾ കൈകാര്യം ചെയ്യുമ്പോൾ അതൊരു മഞ്ഞ വാർത്ത. ഷാജിൽ സ്കറിയ പറയുന്ന ഉമ്മൻചാണ്ടിയെ വിശദീകരിച്ച് വരുമ്പോൾ സ്റ്റഡി എന്ന് പറയുമ്പോഴും ഒരു യെല്ലോയിഷ്നെസ് അതിൽ വരുന്നുണ്ട്. ഈ യെല്ലോയിഷ്നെസ് കേരള രാഷ്ട്രീയത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ഭൗതികത എത്രമാത്രം ഉണ്ടെന്ന് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ കൊടുക്കുന്ന വാർത്ത ഒരു മഞ്ഞ യെല്ലോ ജേർണലിസമാണെന്ന് താങ്കളും ആദ്യം തുടക്കത്തിൽ ധാർമ്മികതയെ കുറിച്ച് പറഞ്ഞത്. ഇല്ല, അത് ഞാൻ ഈ ധാർമ്മികതയും യെല്ലോ ജേർണലിസം ഒന്നും സലീം പറഞ്ഞ വാക്കും ബന്ധമൊന്നുമില്ല. കാരണം ഒരാൾക്ക് അനിഷ്ടമായ ഒന്ന് സംഭവിക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉന്നയിക്കുന്ന ആരോപണമാണ് യെല്ലോ ജേർണലിസം എന്ന് പറഞ്ഞാൽ. അത് ഒരുപാട് കേൾക്കുന്നതാണ്, അതിൻ്റെ അകത്ത് അർത്ഥമൊന്നുമില്ല. പക്ഷേ നമ്മളീ പറയുന്നത്, ഞാൻ പറഞ്ഞ പോയിന്റ് ടോട്ടലി ഡിഫറൻ്റ് ആയിരുന്നു. അത് ഈ കാര്യത്തിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈ കത്ത് യാഥാർത്ഥ്യം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. പി.സി. ജോർജിൻ്റെ ഇഷ്യൂ അടക്കമുള്ള എല്ലാ കാര്യം. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ചർച്ച ഒരു കുറ്റാരോപിതയിലെ കത്തിനെ അടിസ്ഥാനമാക്കി വരുന്നു എന്ന് പറയുന്നത്, അതിനെ നമ്മൾ അമിതമായി വിശ്വസിക്കുന്നു പറയുന്നതിൽ അപകടം മാത്രം ഞാൻ പറഞ്ഞില്ല. അതിനർത്ഥം ഇവരാരും നീതിമാന്മാരാന്നല്ല. ഞാൻ ഈ കത്ത്, അതായത് ഞാൻ പറഞ്ഞൊരു 6 മാസം മുമ്പ് സജിത് പരമേശ്വരൻ ഈ കത്ത് കണ്ടപ്പോൾ തന്നെ ഈ കത്തിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളൊക്കെ കേട്ടതും കണ്ടതും ആളാണ് ഞാൻ. അവിടെ ഉമ്മൻചാണ്ടി അതിജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ അകത്ത്, UDF രാഷ്ട്രീയത്തിൻ്റെ അകത്ത്, അതിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ വിശാലമായൊരു പൊളിറ്റിക്സ് ഉണ്ട്. അത് ധാർമ്മികതയുടെ വലിയൊരു ഭൂരിപക്ഷം ജനങ്ങളൊക്കെ നോക്കുന്ന വലിയൊരു കുംഭകോണത്തിനെ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അവിടെ ഈ ഉമ്മൻചാണ്ടിയുടെ അതിജീവിക്കൽ, ശ്രീ ഭാസുരേന്ദ്ര ബാബു, അത് ഷാജിൻ സ്കറിയയുടെ അഭിപ്രായമായി തട്ടി വായിക്കുമ്പോൾ കേരളത്തിന് എത്രമാത്രം ഗുണകരമാണ്, ആ വിഷയം നമുക്ക് ചിന്തിക്കാം. അല്ല, അത് അപ്പൊളിറ്റിക്കലായ ഒരു നിലപാടിലേക്കാണ് ഈ സംസ്ഥാനത്തെ എത്തിക്കുന്നത്. ആദ്യം തന്നെ ഇപ്പം എനിക്കൊന്നും PS സലീമൊക്കെ ഉന്നയിച്ചത് മാതിരി ഷാജൻ സ്കറിയയും ഒരളവോളം ആ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. കേരളത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം ഈ യെല്ലോ നിറം കലർന്ന ഈ അധാർമിക പ്രവർത്തനങ്ങളാണോ അതോ യഥാർത്ഥ രാഷ്ട്രീയ പ്രമേയങ്ങളുണ്ടോ? യഥാർത്ഥ രാഷ്ട്രീയ പ്രമേയങ്ങളെ മറച്ചുവെക്കുന്ന രീതിയിൽ ഇതിൻ്റെ നേതാക്കൾ ഈ നിലയ്ക്കുള്ള നീലയോ മഞ്ഞയോ കലർന്ന കാര്യങ്ങളിൽ ഉൾപ്പെട്ടു പോയത് കൊണ്ടാണ് യഥാർത്ഥ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സമയത്തൊക്കെ സരിതയും കത്തും കടന്നു വരുന്നത്. ആരും ആഗ്രഹിച്ചിട്ടല്ല. ഇതിപ്പോൾ LDFിൻ്റെ രാഷ്ട്രീയ വൈരാഗ്യമൊന്നുമല്ല. ഇന്ന് രാവിലെയും വൈകുന്നേരവുമായി ജോസ് കെ മാണിയെ സഹായിക്കുന്നതിനും PC ജോർജിനെ എതിർക്കുന്നതിനുമായി എന്തിന് സരിത രംഗത്ത് വരുന്നു? സരിതയ്ക്ക് പരമാവധി അവർ പറഞ്ഞ കത്തുകളെ സംബന്ധിച്ച് പലരും പറഞ്ഞതുപോലെയാണെങ്കിൽ നിസ്സഹായയായ ഒരു സ്ത്രീ താൻ സംഘടിപ്പിച്ച വഴിവിട്ട മാർഗത്തിൽ സംഘടിപ്പിച്ച പണവും രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകേണ്ടി വന്നു. അതിനപ്പുറം തൻ്റെ ശരീരവും നൽകി. ശരീരം നൽകാൻ കഴിയാത്തപ്പോൾ മദ്യപിച്ച് വന്ന് ഭീഷണിപ്പെടുത്തി, എന്താ പറയുക, ദ്രോഹം നടത്തി, പീഡനം നടത്തി പോലും പീഡിപ്പിച്ചു എന്നുവരെ സരിത എസ് നായർ പറഞ്ഞു എന്നാണ് കത്ത് വായിച്ചവർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരുമ്പം ആ അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട്? ആ അവസ്ഥ സൃഷ്ടിക്കപ്പെട്ട പശ്ചാത്തലം സൃഷ്ടിച്ച രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ രാഷ്ട്രീയ പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതാ ആ കത്ത് തന്നെ വീണ്ടും കുടത്തിലെ ഭൂതം എന്ന നിലയ്ക്ക് തിരിച്ചു വന്ന് ആക്രമിക്കുന്നു. ഒരിക്കൽ പരിഹരിച്ച പ്രശ്നം എന്ന നിലയ്ക്ക് ഇപ്പോൾ എന്നേക്കുമായി അത് പരിഹരിക്കുന്നതിന് വേണ്ടി എന്ത് നാണം കെട്ട ഇടപാടിനും ഈ മുന്നണി തയ്യാറാകുന്നു എന്നാണ് ഷാജൻ സ്കറിയ പറഞ്ഞിരിക്കുന്നത്. PS സലീം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, താങ്കളിലേക്ക് ഒരു ചോദ്യം കൂടെ. അതായത് ഇപ്പോൾ നമ്മളിത് ഈ ചർച്ച ചെയ്യുമ്പോൾ PC ജോർജ് എന്ന് പറഞ്ഞ വലിയൊരു വ്യക്തി, ആ പുള്ളിയെ നമ്മൾ വളരെയധികം റിലേ ചെയ്യുന്നു, മാധ്യമങ്ങൾ വിശ്വസിക്കുന്നു. എത്രമാത്രം വിശ്വസിക്കാം PC ജോർജിനെ? ഒരു ഉദാഹരണം, അദ്ദേഹം PJ ജോസഫിനെ ഇല്ലാതാക്കാൻ നോക്കി.
CPIM വരെ ശെൽവരാജ് അറിയാമല്ലോ. ആരുടെ കൂടെ കൂട്ടാൻ വിശ്വസ്തനാണ് PC ജോർജ് ഏത് സമയവും? ഒരു പ്രസ്ഥാനത്തിൻ്റെ പൊതു സ്വഭാവത്തിനും പൊതുവായ അച്ചടക്ക നിയമങ്ങൾക്കും വിധേയനായി പ്രവർത്തിക്കുന്ന ഒരു രീതിയോ ശൈലിയോ PC ജോർജിനില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഏത് സാഹചര്യത്തിലും അദ്ദേഹം ആ പ്രസ്ഥാനത്തിലെ യാഥാസ്ഥിതിക വീക്ഷണങ്ങളുടെ വിമർശകനായി രംഗത്ത് വരാനുള്ളൊരു മെയ്വഴക്കം അദ്ദേഹത്തിന് എപ്പോഴും കാണിക്കാറുണ്ട്. അപ്പോൾ രാഷ്ട്രീയക്കാരനെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയേതരക്കാരനെന്നോ എന്നതിലുപരി ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും നിന്നാലും ഒരു വിസിൽ ബ്ലോവർ എന്ന നിലയ്ക്ക് ഉന്നയിക്കാവുന്ന തരത്തിലുള്ള ചില സ്വഭാവ സവിശേഷതകൾ PC ജോർജ് കാണിക്കാറുണ്ട്. ഞാൻ യോജിക്കുന്നില്ല. കാരണം PC ജോർജ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യാതെ മറന്നു വന്നൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പറയാം. 1983 ഒരു അഴിമതി നിരോധന നിയമം ഈ രാജ്യത്തുണ്ടായി. ഇതനുസരിച്ച് ആദ്യം ശിക്ഷിക്കപ്പെടുന്ന പൊതുപ്രവർത്തകനാണ് PC ജോർജ്. 1987 ആദ്യം MLA ആയിരുന്ന കാലത്ത് ഒരു അധ്യാപക നിയമനത്തിന് വേണ്ടി 25,000 രൂപ കൈക്കൂലി മേടിച്ചു എന്ന് പറഞ്ഞ കേസ് ആ കമ്മീഷൻ, ആ അഴിമതി നിരോധന നിയമം അനുസരിച്ച് 2 ജഡ്ജിമാരും ചീഫ് സെക്രട്ടറി അടങ്ങുന്ന കമ്മീഷനാണ് തീരുമാനം എടുക്കേണ്ടത്. ആ കമ്മീഷൻ ജോർജിനെ ശിക്ഷിച്ചു, കുറ്റവാളിയാണെന്ന് തെളിയിച്ചു. ഇത് തെളിവ് വന്നപ്പോഴത്തേക്കും എന്താ പറ്റിയ, ജോർജ് ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കേസിൻ്റെ തീരുമാനം പ്രഖ്യാപിക്കാൻ ഇത്തിരി വൈകി. തീരുമാനം വന്നു കഴിഞ്ഞപ്പോൾ ജോർജിൻ്റെ MLA സ്ഥാനം പോയിരുന്നു. അതിനുള്ള ശിക്ഷ ആ നിയമത്തിലെന്ന് പറഞ്ഞ ശിക്ഷ എന്ന് പറഞ്ഞ ജനപ്രതിനിധിയാണെങ്കിൽ ആ പ്രാതിനിധ്യം ഇല്ലാതാകുന്നുള്ളായിരുന്നു. ഒന്ന്, ഈ ജോർജാണ് അഴിമതി നിരോധനത്തിൻ്റെ ആളായി വരുന്നത്. എനിക്ക് കൃത്യമായിട്ടറിയാം, പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിലെ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിന് എല്ലാ വാർഡുകളും PS സലീമിനോട് ചോദിച്ചു നോക്കുക, PS സലീമിൻ്റെ മണ്ഡലമാണ്, എല്ലാ വാർഡുകളും കർണാടകയിൽ നിന്ന് സ്പിരിറ്റ് ഇറക്കിക്കൊണ്ട് കൊടുത്തയാളാണ്. എവിഡൻസ് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അതുമാതിരി ജോർജിൻ്റെ മകൻ ഈ അഴിമതി വിരുദ്ധ പറയുന്ന ജോർജിൻ്റെ മകൻ. ഒരു നിമിഷം നമ്മൾ ഈ ചർച്ചയുടെ ഈ ഘട്ടത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ ബ്രേക്കിംഗ് ന്യൂസ് നമ്മൾ പറയാൻ പോവുകയാണ്. പീപ്പിൾ TV ആ ഒരു ബ്രേക്കിംഗ് ന്യൂസ്, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഉടൻ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, നമ്മൾ ചർച്ചയുടെ വേറൊരു വഴിക്ക് പോയി, എങ്കിൽ പോലും പ്രസക്തമാണ് ആ ചോദ്യം. ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആരോപണങ്ങളും പ്രശ്നങ്ങളും അഴിമതി ഈ വിഷയങ്ങളും എല്ലാം ഉന്നയിക്കുന്നതോ അല്ലെങ്കിൽ അത് ഗുണഭോക്താക്കളുമുണ്ട്. പണ്ട് പറഞ്ഞ പോലെ ശത്രു ഗീജകനെങ്കിൽ എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം മാധ്യമങ്ങളെ വെച്ച് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നൊരു സംശയം. അല്ല, അതെപ്പോഴും സംഭവിക്കുന്നതാണ്. മാധ്യമങ്ങൾ മത്സരിച്ച് ഈ ബ്രേക്കിംഗ് ന്യൂസ് നൽകാൻ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പലവിധം താല്പര്യങ്ങളും മാധ്യമങ്ങളെ ഉപയോഗിച്ചു കൂടായികയില്ല. PC ജോർജിൻ്റെ റിലയബിലിറ്റിയെക്കുറിച്ച് എല്ലാവർക്കും തർക്കമുണ്ടെങ്കിൽ പോലും PC ജോർജാണ് പല ഘട്ടങ്ങളിലും ഇഷ്ടപ്പെടാത്ത വാർത്തകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് എന്ന കാര്യം ഷാജൻ സ്കറിയയും അംഗീകരിക്കുന്നത്. ജോർജിന്റെ താല്പര്യത്തിന് വേണ്ടിയാണ്. ഓഫ് കോഴ്സ് അങ്ങനെ തന്നെ വരുന്നുണ്ടാവുള്ളൂ. എങ്കിലും മറ്റ് പാർട്ടികളിലെ ആളുകൾക്കില്ലാത്ത, ഞാൻ പേരെടുത്ത് പറയുകയല്ല, ഇപ്പോൾ PS സലീം കോൺഗ്രസിനകത്ത് നടക്കുന്ന ധാരാളം കാര്യങ്ങൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഡു കൊടുക്കുന്ന മാണിയെ മുത്തം കൊടുക്കാനൊന്നും ഞാൻ തയ്യാറാകില്ല എന്ന് VD സതീശൻ താങ്കളുടെ നേതാവ് തന്നെ KPCCയുടെ വൈസ് പ്രസിഡന്റ് പറയുകയുണ്ടായല്ലോ. ആ അർത്ഥത്തിൽ വൈകിയാണെങ്കിലും ചില സത്യങ്ങൾ കാണുന്ന രീതിയിൽ കോൺഗ്രസ്സുകാരും മാറുന്നുണ്ട്. കോൺഗ്രസിനകത്ത് കിടക്കുന്ന ഗ്രൂപ്പ് സമവായത്തിലെ പുതിയ ധ്രുവീകരണം ഒരുപക്ഷെ ഉമ്മൻചാണ്ടിക്ക് എതിരെ സംസാരിക്കാൻ കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ആ നിലയ്ക്കെങ്കിലും കോൺഗ്രസിൽ പുതിയ റെബല്യനുകൾ വരേണ്ട കാലം അതിക്രമിച്ചുവോ എന്ന് PS സലീമും ആലോചിക്കേണ്ടതല്ലേ? സരിത നൽകിയ പരാതിയെ കത്തിലെ പല ഭാഗങ്ങളും കാണിച്ചു ഒരുപാട് പ്രമുഖർ ആ വിഷയത്തിൽ ഇപ്പോൾ പ്രതിക്കൂട്ടിലേക്ക് ആയിരിക്കുകയാണ്. അത് നിഷേധിക്കാൻ പറ്റാത്ത രീതിയിൽ സത്യമാണെന്ന് ബോധ്യപ്പെട്ടു വരുന്നു. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മളിപ്പോൾ ബ്രേക്ക് ചെയ്യുകയാണ്. സരിത ഈ കത്തിൽ ഒരു കാര്യം കൃത്യമായി എഴുതിയിരിക്കുന്നു. ശ്രീധരൻ നായരും സരിതയും കൂടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പോയി കണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. കിൻഫ്ര പാർക്കിൽ സ്ഥലം നൽകാമെന്ന് ഏറ്റിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ മുഖ്യമന്ത്രി ഏറ്റതാണ്. നേരിട്ട് പോയി മുഖ്യമന്ത്രി ഇവർ കണ്ടു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ നുണയാണ് ഇവിടെ പൊളിയുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് കിട്ടിയേ പറ്റൂ. ആ വിവരങ്ങൾ നൽകുകയാണ് ഇപ്പോൾ നമ്മോടൊപ്പം M രാജീവ്, നമ്മുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ചേരുന്നു. രാജീവ്. പ്രദീപ്, വളരെ നിർണായകമായ ഒരു വിവരമാണ് നമ്മളിപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നമ്മൾ തന്നെ കടപ്പളാമറ്റത്തെ ഒരു ഫോട്ടോ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ സരിതയും നിൽക്കുന്ന ഫോട്ടോ പുറത്തുവിട്ടപ്പോൾ സരിത അത് അവിചാരിതമായി സംഭവിച്ചതാണ്,
സരിതയെ താൻ കണ്ടിട്ടുണ്ടാകാം പൊതുവേദികളിൽ വെച്ചിട്ട്, അല്ലാതെ തനിക്ക് സരിതയെ അറിയില്ല എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഇതാദ്യമായി സരിതയുടെ കത്തിൽ തന്നെ വെളിപ്പെടുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കാണാൻ സരിതയും മല്ലേലി ശ്രീധരൻ നായരും ഒരുമിച്ച് മുഖ്യമന്ത്രിയുടെ ക്യാബിനിൽ പോയിരുന്നു. സെൽവരാജ് MLA ക്യാബിനിലുണ്ടായിരുന്നു. സരിത ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ഈ കത്ത് സംബന്ധിച്ച തൻ്റെ ഒറിജിനൽ കത്ത് ഇതാണെന്ന് പറഞ്ഞ് ഉയർത്തി കാണിച്ച കത്തിലെ ഭാഗങ്ങളാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഭാഗം ഞാൻ വായിക്കാം. വി എൻറ്റേഡ് ഇൻ ടു ഹിസ്, അത് കഴിഞ്ഞിട്ട് കാണുന്നില്ല, ചേംബർ എന്നായിരിക്കാം. സെൽവരാജ് MLA വാസ് ആൾസോ ദെയർ, ടോക്ഡ് 2 words, ദേ ക്വിറ്റ്, ബട്ട് CM ദെൻ ഡിസ്കസ്ഡ് അബൌട്ട്, അതിനുശേഷം സരിതയുടെ കൈ മറിഞ്ഞിരിക്കുകയാണ്. ആൻഡ് അഷ്വർഡ് ഓൾ ആഫ്റ്റർ ദാറ്റ് ദ SN മല്ലേലി ശ്രീധരൻ നായർ ഹാസ്, പിന്നെ കാണുന്നില്ല, എ റിക്വസ്റ്റ് ഓൺ ബിഹാഫ് ഓഫ് കോറി ഓണേഴ്സ് അസോസിയേഷൻ, അതായത് ഒരു ചെക്ക് മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു എന്ന മല്ലേലി ശ്രീധരൻ നായർ അന്ന് പറഞ്ഞിരുന്നു. കോറി ഓണേഴ്സ് അസോസിയേഷന് വേണ്ടിയായിരുന്നു ചെക്ക് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അന്ന് മുഖ്യമന്ത്രി മല്ലേലി ശ്രീധരൻ നായരുമായും ഒപ്പം തന്നെ സരിതയുമായും കണ്ട് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ദ ഡിസ്കസ്ഡ് ദിസ് വെൻ ദേ വെർ ടു CM ഹി ഡിസ്കസ്ഡ് ദിസ് മാറ്റർ, അത് കഴിഞ്ഞിട്ട് കൈയാണ് നമുക്ക് കൃത്യമായി കാണുന്നില്ല. when they were at lift after seeing one, പിന്നെ കുറച്ച് ഭാഗം കാണുന്നില്ല. CM SN മല്ലേലി ശ്രീധരൻ നായർ came back to me at CM's office while he was with CM, അതിനുശേഷം പിന്നെ CM's O കഴിഞ്ഞ് ബാക്കി കാണുന്നില്ല. while he was with CM at lift I was told to meet industrial minister for allotment, പിന്നെ ഓഫായിരിക്കാം, അത് കാണുന്നില്ല. ലാൻഡ് അറ്റ് കിൻഫ്ര പാലക്കാട്. ഫോർ ദാറ്റ് പർപ്പസ് I met Abbas along with Jopan. He also assured me the whole support allot, പിന്നെ ബാക്കി കാണുന്നില്ല, allot land at കിൻഫ്ര. വളരെ നിർണായകമായ ഒരു വിവരമാണ്. രാജി ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ സംഭവം ഈ കാര്യങ്ങളെല്ലാം ശ്രീധരൻ നായർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ സരിത ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലായിരുന്നു, ഉമ്മൻചാണ്ടി നിഷേധിച്ചിരുന്നു. തീർച്ചയായും ഉമ്മൻചാണ്ടി നിഷേധിക്കുകയും സരിത സ്ഥിരീകരിക്കാതിരിക്കുകയും ചെയ്ത കാര്യം ശ്രീധരൻ നായർ തൻ്റെ 164 സ്റ്റേറ്റ്മെൻറ്റിലും മജിസ്ട്രേറ്റ് നൽകിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇതിന് തെളിവില്ലായിരുന്നു എന്നാണ് ഇതിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. ഇതിനുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന ആവശ്യമുയർന്നു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി, CCTV ദൃശ്യങ്ങൾ 7 ദിവസത്തെ മാത്രമേ സ്റ്റോറേജ് കപ്പാസിറ്റി നിയമസഭയ്ക്കുള്ളൂ, സെക്രട്ടേറിയറ്റിലെ CCTV സംവിധാനത്തിലുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ ആകില്ല എന്നൊരു നിലപാട് മുഖ്യമന്ത്രി കൈക്കൊണ്ടു. ഇപ്പോൾ ഇത് ആദ്യമായി സരിതയാൽ തന്നെ ഇത് കൺഫേം ചെയ്യപ്പെടുകയാണ്. മുഖ്യമന്ത്രിയുമായി നേരിട്ട് താനും മല്ലേലി ശ്രീധരൻ നായരും കണ്ടു എന്ന വാർത്ത വളരെ ആധികാരികമായി തന്നെ സരിതയിലൂടെ പുറത്തു വരികയാണ്. ഒറിജിനൽ ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് സരിത പുറത്തുവിട്ടിട്ടുള്ള ഈ ലെറ്ററിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുറിച്ചിട്ടുള്ള പരാമർശമുള്ളത്. ഇനി മറ്റെന്തൊക്കെ പരാമർശങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷേ സരിത ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉയർത്തി കാണിച്ച ലെറ്ററിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട പരാമർശം കടന്നു വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞത് മുഴുവൻ കളവാണ് എന്ന് തെളിയിക്കുന്ന രേഖ തന്നെയാണ് സരിത ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. പ്രദീപ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞ പോലെ ഇത് സരിതാ ബുദ്ധി തന്നെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, അത് യാദൃച്ഛികമായും സംഭവിക്കാം, ഇനി ബുദ്ധിപരമായും സംഭവിക്കാം. സരിതയാകുമ്പോൾ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ പല രംഗങ്ങളിലും പല ആളുകളിൽ നിന്നും താങ്കൾക്കും ഇതേ സംബന്ധിച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഈ കത്ത് വളരെ മനസ്സിരുത്തി വായിച്ചിട്ടുള്ള ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് പോലെയാണെങ്കിൽ ശ്രീ രാജീവ് ഇപ്പോൾ അവതരിപ്പിച്ച കാര്യങ്ങൾ ഒരു പക്ഷേ ചില സ്ഥലങ്ങളിൽ എനിക്ക് പൂർത്തീകരിക്കാൻ പോലും കഴിഞ്ഞെന്ന് വരാം. അതേ സംബന്ധിച്ച് മലയാളത്തിൽ അവർ എഴുതി കൊടുത്തിരിക്കുന്ന അത് വായിച്ചിട്ടുള്ള ആൾ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇപ്പോൾ അതിനെ നമുക്ക് അടിസ്ഥാനപരമായിട്ട് തെളിവ് കൂടി ലഭിച്ചിരിക്കുന്നു. സരിതയുടെ തന്നെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അതിനകത്ത് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സരിത ജോപ്പൻ്റെ ഫോണിലൂടെ മുഖ്യമന്ത്രിയെ വിളിച്ചു എന്നും മുഖ്യമന്ത്രി വിളിച്ചതിൻ്റെ ക്ഷണപ്രകാരം ഞാൻ ഓഫീസിൽ വന്നുകൊള്ളാമെന്നും അങ്ങനെ വൈകുന്നേരം മുഖ്യമന്ത്രി ഇവരെ കാണാൻ വേണ്ടി മാത്രം അവിടെ എത്തിയെന്നും ആ സമയത്ത് SN ശ്രീധരൻ നായരും സരിതയും അവിടെ ഉണ്ടായിരുന്നുവെന്നും സരിത S നായരും ശ്രീധരൻ നായരും കാണുമ്പോൾ സെൽവരാജ് അവിടെ ഉണ്ടായിരുന്നുവെന്നും പിന്നീട് ഈ ചെക്ക് കൈമാറിയെന്നും അതിനുശേഷം മുഖ്യമന്ത്രി പുറത്തേക്ക് പോകുന്ന സമയത്ത് ആ സ്ഥലമടക്കമുള്ള ആവശ്യങ്ങൾ സഫലീകരിച്ചു കൊള്ളാമെന്ന ഉറപ്പ് ശ്രീധരൻ നായർക്ക് കൊടുത്തിരിക്കുന്നുവെന്നും അതിനുശേഷം ശ്രീധരൻ നായരും മുഖ്യമന്ത്രിയും കൂടി ലിഫ്റ്റിൽ താഴെ പോവുകയും താഴെ പോകുന്നത് താൻ കണ്ടിരിക്കുന്നു എന്നും സരിത കൃത്യമായ കത്തിന് മലയാളം വേർഷനിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യം അത് വായിച്ചവർ പറഞ്ഞ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കള്ളം പൊളിഞ്ഞു എന്ന് നിങ്ങൾ കൊടുക്കുന്ന ശീർഷകം കൃത്യമാണ്. ഷാജിൻ സ്കറിയയിലേക്ക് വരാം. നമ്മളിപ്പോൾ PS സലീം ഇപ്പോഴും നമ്മോടൊപ്പം തുടരുന്നു. ശ്രീ PS സലീം, ഞങ്ങളൊരു വാർത്ത ഇപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നു, താങ്കൾ കണ്ടതാണ്. ഇതിൻ്റെ ഈ ഒരു വാർത്തയുടെ ഒരു പ്രത്യാഘാതത്തെക്കുറിച്ച് താങ്കൾ ബോധവാനാണോ?
അല്ല, ഞാൻ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരുന്നത് കേട്ടപ്പോൾ ഞാനും വളരെ ഒരു ആകാംക്ഷയോടെ നിൽക്കുകയാണ്. എന്തോ ഒരു കേരള ജോർജിനെ എന്ത് ചെയ്തു രാഷ്ട്രീയ കുലുക്കുന്ന എന്തോ ഒന്ന് വന്നു എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പാറമട ശ്രീധരൻ നായരും സരിതാ നായരും സരിതാ നായരും പാലക്കാട്ടോ കിൻഫ്രയിലോ തിരുവനന്തപുരത്തോ സെക്രട്ടേറിയറ്റിലേക്ക് പോയി എന്ന് പറയുന്നതിലൊന്നും ഞാനൊരു വലിയ ഇത് കാണുന്നു. ഇതൊക്കെ നേരത്തെ കേട്ട കാര്യങ്ങളാണ്. മുഖ്യമന്ത്രിയെ കണ്ടോ സംസാരിച്ചു എന്നുള്ള പ്രശ്നമാണ് ഇപ്പൊ ഇവിടെ. ശ്രീ പി എസ് സലീം മുഖ്യമന്ത്രി ഇത് നിഷേധിച്ചു, പലതവണ നിഷേധിച്ചു. വാർത്താ സമ്മേളനം CCTV ദൃശ്യങ്ങൾ കാണുന്നില്ലെന്ന് പറഞ്ഞു. രാജീവ്, ഞാനൊരു കാര്യം പറയട്ടെ. മുഖ്യമന്ത്രി ശ്രീധരൻ നായരെ കണ്ടു എന്ന് പറയുന്ന കാര്യം മുഖ്യമന്ത്രി നിഷേധിച്ചിട്ടില്ല. സരിതയ്ക്കൊപ്പം കണ്ടു എന്ന് പറഞ്ഞിട്ടില്ല ശ്രീ പി എസ് സലീം. അസോസിയേഷന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് പറഞ്ഞിരുന്നു. അത് പറഞ്ഞിട്ടില്ല ശ്രീ പി എസ് സലീം. CCTV ദൃശ്യങ്ങൾ കാണാതെ പോയതിന് പിന്നിലും മുഖ്യമന്ത്രി ഈ കളവ് പറഞ്ഞതാണ് ശ്രീ പി എസ് സലീം. CCTV ദൃശ്യങ്ങൾ കാണാതെ പോയെന്ന് അത് വീണ്ടെടുക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി അവിടെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ പ്രദീപാണ് പറഞ്ഞത്. ശ്രീ പി എസ് സലീം അന്നത്തെ വാർത്താ സമ്മേളനങ്ങൾ മുഖ്യമന്ത്രി പറയുന്നത് നമുക്ക് അല്പം സമയം ലഭിക്കുകയാണെങ്കിൽ താങ്കളെ കേൾപ്പിച്ചു തരും. തീർച്ചയായും താങ്കളിലേക്ക് തിരിച്ചു വരാം. വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിട്ട് തന്നെ ഞാൻ കരുതുന്നത്. ഈ പ്രശ്നം ആദ്യകാലം മുതൽ ഫോളോ ചെയ്യുമ്പോൾ നമുക്കറിയാവുന്നത് ഈ പറയുന്ന ചില ഈ യോജിപ്പില്ലായ്മകൾ, അതായത് ശ്രീധരൻ നായരും സരിതയും കൂടെ അവിടെ കയറി മുഖ്യമന്ത്രിയെ കണ്ടു എന്ന് പറയുമ്പോൾ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി തീർത്ത് പറയുന്നു. അതിനെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നുമില്ല എന്ന് എല്ലാവരും പറയുന്നു. ഇപ്പോൾ സരിത എഴുതി വെച്ചിരിക്കുന്ന കത്ത് സരിതയുടെ ആണെന്ന് സരിത പറയുന്നുണ്ട്. നമ്മൾ മറ്റേ ഇന്നലത്തെ കത്ത് പോലല്ല, ഇന്നലത്തെ സരിതയുടെ അല്ല, ഇന്നത്തെ കത്ത് സരിതയുടെ ആണെന്ന് പറഞ്ഞ് സരിത കാണിച്ച കത്താണ്. അതിൻ്റെ അകത്ത് സരിത എഴുതി വെച്ചിരിക്കുകയാണ് ശ്രീധരൻ നായരുമായി മുഖ്യമന്ത്രിയെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സരിതയുടെ മൊഴിയായി തന്നെ സ്വീകരിച്ച് പോലീസ് രജിസ്റ്റർ ചെയ്യണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ കത്തിലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സരിതയുടെ സോളാർ കേസുമായി ബന്ധപ്പെട്ട മൊഴിയാണെന്ന് തന്നെ കരുതി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇതിൽ സൂചിപ്പിക്കുന്ന ആളുകളെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്യുകയും അങ്ങനെ തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതാണ് ധാർമ്മികത. അതോടൊപ്പം നേരത്തെ സലീം ചൂണ്ടിക്കാണിക്കുന്ന വെറും മഞ്ഞത്തരം യെല്ലോയിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ പൊളിയുന്നു. ഇപ്പോൾ എക്സിക്യൂട്ടീവ് എഡിറ്റർ എം രാജീവ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ കത്തിന്റെ ഒരു ടോട്ടാലിറ്റി അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായി വെളിപ്പെടുത്തും. തീർച്ചയായും. കാരണം ഇത് മുമ്പ് ഈ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. മഞ്ഞയായ പ്രവൃത്തി ഉണ്ടാകുമ്പോൾ മഞ്ഞയെക്കുറിച്ച് എഴുതുമ്പോൾ അത് മഞ്ഞയാവും. അപ്പോൾ അത് നമ്മൾ ഇതിപ്പം വളരെ കൃത്യമാണ്. ഞാൻ മുമ്പേ മുതൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. സരിത എന്ന് പറയുന്ന അവരുടെ ഒരു സാമ്പത്തിക രാഷ്ട്രീയമുണ്ട്. ആ സാമ്പത്തിക രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അവരെല്ലാ നേതാക്കന്മാരും, അത് ഈ സർക്കാരിൽ എല്ലാ നേതാക്കളും ഉപയോഗിച്ചിരുന്നു. ഈ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ ഇവർ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ട് 2 മന്ത്രിമാർ കോവളം തേക്കടി ഗസ്റ്റ് ഹൗസിൽ സരിതയോടൊപ്പം പോയി താമസിച്ച കഥകളൊക്കെ നമ്മൾ പത്രങ്ങളിൽ വന്നിരുന്ന ആ കാലയളവിൽ ഇങ്ങനെ ഒരുപാട് കഥകൾ, അതൊക്കെ നമ്മൾ മഞ്ഞ എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി വെക്കുന്നത്. പക്ഷേ സരിത ഇതൊക്കെ ഇങ്ങനെ എഴുതി വെക്കുകയും ഇത് എൻ്റെ കത്താണ് എന്ന് പറഞ്ഞു എടുത്തു കാണിക്കുകയും ചെയ്യുമ്പോൾ ഇത് മഞ്ഞയാണെങ്കിലും ശരി വെള്ളയാണെങ്കിലും ശരി ഇതൊക്കെ കേരള രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യങ്ങളാണ് തിരിച്ചറിയുകയും. ഇനിയെങ്കിലും ഷാജൻ സ്കറിയ ജോസ് കെ മാണിയെ ന്യായീകരിച്ച് സംസാരിക്കരുത്. ശ്രീവാസുരേന്ദ്രബാബു, അതിനകത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് മാതിരി ജോസ് കെ മാണി ഷാജൻ സ്കറിയയുടെ സുഹൃത്തായിരിക്കും. അദ്ദേഹത്തിന് കൂടുതൽ അടുത്തറിയാവുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുമായിരിക്കില്ല. ജോസ് കെ മാണിയുടെ ഭാര്യയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇതൊന്നും കണ്ട് ഞാൻ കാലിളകുന്ന ആളല്ല. അതുകൊണ്ട് നേരത്തെ പ്രിൻസ് പറഞ്ഞത് മാതിരി ആ കുടുംബത്തിൽ വലിയ അനിശ്ചിതത്വങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുമില്ല. പക്ഷേ ജോസ് കെ മാണിയുമായി ബന്ധിപ്പിച്ച് വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ സരിത എസ് നായരെ കൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരവും ഓരോ പത്രസമ്മേളനം നടത്തി സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ജോസ് കെ മാണിയെക്കുറിച്ചാണ് ഷാജൻ സ്കറിയ സംസാരിക്കേണ്ടതും ഓർക്കേണ്ടതും. രാജീവിലേക്ക് ഇപ്പോൾ ഈ നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു. ഇത് ഇനി ശ്രദ്ധിക്കപ്പെടേണ്ട രീതിയിൽ തന്നെ ഇത് ശ്രദ്ധിക്കപ്പെടുമെന്ന് നമുക്കറിയാം. പക്ഷേ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും PC ജോർജും തമ്മിലുള്ള ചർച്ചകൾ തുടരുകയാണ്. ഇന്നും ഇന്നലെയുമായി PC ജോർജ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ പ്ലാൻ ചെയ്തതെന്നുള്ളൊരു ആരോപണം നിലനിൽക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും രീതിയിൽ മാറ്റം മറിച്ചിലുകൾക്ക് സാധ്യതയുണ്ടോ?
പ്രദീപ്, ആദ്യം തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സൂചിപ്പിക്കേണ്ടത് മുഖ്യമന്ത്രി എടുത്ത നിലപാടുകൾ, സോളാർ കുംഭകോണ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എടുത്ത നിലപാടുകളിൽ നിന്ന് തുടർച്ചയായിട്ട് വേണം ഈ സംഭവവികാസങ്ങളെ മുഴുവൻ കാണാൻ. സോളാർ കുംഭകോണ കേസിൽ മുഖ്യമന്ത്രി സരിതയെ പരിചയമില്ല എന്ന് നമ്മൾ കടപ്പളാമറ്റത്തെ സരിതയും മുഖ്യമന്ത്രിയും കൂടി ഉള്ള ഫോട്ടോ പുറത്തു വന്നപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ സ്റ്റേജിൽ വന്ന് തന്നോട് സ്വകാര്യം പറയും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇവിടെ വലിയൊരു കള്ളം മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് തെളിവാക്കപ്പെടുകയാണ്. അതായത് സരിതയെ തനിക്ക് അറിയില്ല, സരിത ചിലപ്പോൾ കണ്ടു കാണും എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ശ്രീ PS സലീമിന് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഫയലുകളിലേക്ക് പോകാനുള്ള സമയം തന്നാൽ അത് ആ വാർത്താ സമ്മേളനത്തിന്റെ ക്ലിപ്പിംഗ്സ് ഒക്കെ കാണിക്കാൻ നമുക്ക് പറ്റും. ഒന്നാമത്തെ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് സെക്രട്ടേറിയറ്റിൽ സരിത വന്നതായി തനിക്ക് അറിയില്ല, മല്ലേലി ശ്രീധരൻ നായരുമായി സരിത തന്നെ കാണാൻ വന്നിട്ടില്ല എന്ന് പറയുന്നു. ഇക്കാര്യം മല്ലേലി ശ്രീധരൻ നായർ 164 കൊടുക്കുമ്പോൾ സെൽവരാജ് MLA യുടെ പേര് അദ്ദേഹം അവിടെ കൊടുത്തിട്ടുണ്ട്. അതേ പേര് തന്നെ ഇതിൽ ഇപ്പോൾ സരിത എഴുതി വെച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കിൻഫ്ര പാർക്കിൽ പാലക്കാട് ഭൂമി നൽകാമെന്ന് ഉറപ്പ് നൽകിയെന്ന് പറയുന്നു. ഇത് ഒപ്പം തന്നെ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉയർന്നപ്പോൾ അന്ന് മുഖ്യമന്ത്രി കൈക്കൊണ്ട നിലപാട് വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം എന്ത് CCTV. പക്ഷേ CCTVക്ക് 7 ദിവസത്തിന് പുറത്ത് കപ്പാസിറ്റി ഇല്ല, അതിൽ സ്റ്റോറേജ് ഇല്ല, അതുകൊണ്ട് അത് പരിശോധിക്കാൻ നിവൃത്തിയില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി കൈക്കൊണ്ടത്. മുഖ്യമന്ത്രിയുടെ ആ നിലപാടിനെയാണ് അതേപടി പോലീസ് വിഴുങ്ങുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ സരിത തന്നെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രി എന്തൊരു കേരളത്തോട് നുണ പറഞ്ഞു എന്ന് വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഇതിന്റെ തുടർച്ചയായി വേണം ഇപ്പോൾ PC ജോർജ് പുറത്തുവിട്ടു അല്ലെങ്കിൽ അത്തരത്തിൽ ആരോപണം അദ്ദേഹത്തിന് മുന്നിൽ പറയുമ്പോൾ അതിനേക്കാൾ വലിയ പുറത്തുവിടലുകളാണ് ഇപ്പോൾ സരിത നടത്തിയിരിക്കുന്നത്. നിരവധി മന്ത്രിമാരുടെ പേരുകൾ, നിരവധി MLA മാരുടെ പേരുകൾ, ഒപ്പം തന്നെ ഈ സർക്കാരിന്റെ അധിപനായ മുഖ്യമന്ത്രിയുടെ പേര്. മുഖ്യമന്ത്രി നുണ പറഞ്ഞു എന്ന് സരിതയുടെ കത്തിലൂടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. പ്രദീപ്, ഷാജൻ സ്കറിയ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. പ്രദീപിലേക്ക് ഷാജൻ സ്കറിയ, നമുക്കറിയാം മുഖ്യമന്ത്രി എന്തിനാണ് ഇവിടെ നുണ പറയേണ്ട ആവശ്യം? കേരളത്തിൽ ഏറ്റവും അധികം പ്രശ്നം, ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വൈദ്യുതി ക്ഷാമമാണ്. പാരമ്പര്യേതര ഊർജ്ജ പദ്ധതികളുമായി ആര് പോയാലും ഈ സംസ്ഥാന ഗവൺമെൻറ് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ഉള്ളപ്പോൾ തന്നെ ഒരു പോളിസി ഉണ്ട്, അവരെ ഏത് രീതിയിൽ സഹായിക്കാം. അത് സരിതയാവട്ടെ ശ്രീധരൻ നായരായിട്ട് ആര് വന്നാലും അവർക്ക് വേണമെങ്കിൽ സഹായം ചെയ്യാമെന്ന് പറഞ്ഞാൽ പോലും അതിൽ തെറ്റില്ല. പക്ഷേ എന്തിനാണ് നുണ പറയുന്നത്? ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്തുണ്ടായ പ്രശ്നം ഇത് ബിസിനസ് അല്ലെങ്കിൽ രാഷ്ട്രീയ ഒരു വശം നടക്കുമ്പോൾ തന്നെ സ്ത്രീ എന്ന നിലയിലുള്ള അഡ്വാൻറ്റേജ് സരിത നന്നായി ഉപയോഗിച്ചിരുന്നു എന്നാണ് നമ്മൾ ഇതുവരെയുള്ള സാഹചര്യത്തിലും സരിതയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെ ഉപയോഗിച്ചു എന്ന ആരോപണ വിധേയരായ പലരും മുഖ്യമന്ത്രിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. മുഖ്യമന്ത്രിയുടെ മകനെക്കുറിച്ച് പോലും ആരോപണങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പല സംഭവങ്ങളും. അപ്പം ഈ പ്രത്യേക സാഹചര്യത്തിൽ കുടുംബം, രാഷ്ട്രീയം മുതലായ കാര്യങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കേരളീയ ജനത അത്ര അങ്ങ് എളുപ്പത്തിൽ താങ്ങുന്നതല്ല. ഒരു അഴിമതി പോലും ജനം സഹിക്കും. പക്ഷേ അഴിമതിയുടെ ഭാഗമായി ഈ ഒരു സ്ത്രീ വിഷയം കൂടി വരുമ്പോൾ അതിൻ്റെ ഒരു ഇമേജ് ഉണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും മുഖ്യമന്ത്രിക്ക് നുണ പറയേണ്ട സാഹചര്യം ഉണ്ടായത്. പക്ഷേ ആ നുണ വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ് ഇത്. ഇന്ന് താങ്കൾ പറഞ്ഞു വരുന്നത് ഈ ഒരു വിഷയം കൂടി അല്ലാതെ മുഖ്യമന്ത്രിയുടെ മകനിലേക്കും സരിത എസ് നായരുടെ ബന്ധം ഇല്ല എന്ന ആരോപണം ഉയർന്നിരിക്കുന്നു. പലപ്പോഴും നമ്മൾ അങ്ങനെ ഇപ്പം മുഖ്യമന്ത്രിയുടെ മകൻ്റെ കല്യാണം ഏപ്രിലാണ് എന്ന് നേരത്തെ നമ്മൾ വാർത്ത വായിച്ചിരുന്നു. പിന്നീട് അത് കല്യാണം മാറിപ്പോയി എന്നിങ്ങനെ പറയുന്നത് കേൾക്കില്ല. ഇതൊന്നും ആരും അന്വേഷിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൻ്റെ കല്യാണം ഏപ്രിൽ നടക്കാതെ പോയത്? തീർച്ചയായും അദ്ദേഹം നുണ പറഞ്ഞേ പറ്റൂ. അപ്പം ഇതൊക്കെ ഒരു സാഹചര്യം. ഞാൻ അക്യൂസ് ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ മകൻ ബന്ധമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, എനിക്കറിയത്തില്ല. ആരോപണങ്ങൾ. പക്ഷേ അദ്ദേഹം പ്രതിരോധത്തിലാണ്, അദ്ദേഹം അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു. അഴിമതി നടത്തിയ മന്ത്രി വളരെ പുറത്തു വന്ന എല്ലാ വിവരങ്ങളും ഉണ്ടായിട്ടും ആ മന്ത്രി പറയുന്നത് കേട്ട് ബജറ്റ് വരെ സെക്യൂരിറ്റികളെ വെച്ച് നടത്തിക്കുന്നു. അദ്ദേഹം പറയുന്നത് കേട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വൈസ് ചീഫ് വിപ്പിനെ പുറത്താക്കാൻ തയ്യാറെടുക്കുന്നു. തീർച്ചയായും പ്രതിരോധത്തിൽ തന്നെയാണ്, വല്ലാത്ത പ്രതിരോധാവസ്ഥയിൽ തന്നെയാണ് ഈ ഒരു സാഹചര്യം. ഇന്നത്തെ വെളിപ്പെടുത്തൽ അത് വെളുക്കാൻ പാണ്ടായിപ്പോയി. ഞാൻ ഇവർക്കൊക്കെ പറ്റിയ അബദ്ധമാണ്. സരിതയെ പോലുള്ള ഒരാളെ പ്രതിരോധത്തിനായി ഇറക്കാൻ തീരുമാനിച്ചത് ചരിത്രപരമായ മണ്ടത്തരമാണ്. ഇന്നലെ ഇങ്ങനൊരു വെളിപ്പെടുത്തൽ വന്നു, അതിനെ അവഗണിക്കുകയോ അല്ലെ അത് നിഷേധിക്കുകയോ ചെയ്താൽ മതി. സരിതയെ രംഗത്തിറക്കി. കാരണം ഇവർ മനസ്സിലാക്കാതെ പോകുന്ന കാര്യം, സരിത അൾട്ടിമേറ്റ്ലി സരിതയുടെ ലക്ഷ്യങ്ങളും വിജയങ്ങളും മാത്രം ലക്ഷ്യമാക്കുന്ന ആളാണ്. അവിടെ രാജീവിന് PS സലീം ഇപ്പോൾ നമ്മുടെ തുടരുന്നു. താങ്കൾക്ക് ചോദിക്കാനുള്ളത്, അതായത് ഇത്രയും ആരോപണം ഉന്നയിക്കുമ്പോൾ അവർക്ക് വേണ്ടി പറയാൻ, അല്ലെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെ സംസാരിക്കാൻ ഇപ്പോൾ അഡ്വക്കേറ്റ് PS സലീമാണുള്ളത്. രാജീവ് ഒന്ന് വിശദമാക്കി കൊടുക്കണം. അദ്ദേഹം ഇപ്പോഴും പൂർണ്ണമായി കൺവിൻസ്ഡ് അല്ല. പ്രദീപ്, എനിക്ക് തോന്നുന്നത് PS സലീം കൺവിൻസ്ഡ് തന്നെയാണ്. കോൺഗ്രസ് പാർട്ടിയിലാണ് അദ്ദേഹം നിൽക്കുന്നത് എന്ന് തന്നെയാണ് അതിലെ ഏറ്റവും വലിയ പോരായ്മ. മുഖ്യമന്ത്രിയുടെ പേര് സരിതയുടെ കത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ എന്തായാലും PS സലീം ഇപ്പോൾ ഈ ഘട്ടം വരെ വെച്ച് പുലർത്തിയിട്ടുണ്ടാവില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ആദ്യം വരേണ്ട വാർത്ത അതുമായി ബന്ധപ്പെട്ടതായിരുന്നു. നമുക്കും ഇത്തരത്തിൽ നിരവധി സ്നാപ്പുകൾ കിട്ടിയ നിരവധി ഫോട്ടോകളിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് വേണം നമുക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ. അതിൽ കണ്ട ഒരു ക്ലിപ്പിലാണ് മുഖ്യമന്ത്രിയുടെ പേര് കാണുന്നത്. പക്ഷേ നമ്മൾ വിചാരിച്ചതിനേക്കാൾ വ്യക്തതയുണ്ട് കാര്യങ്ങൾക്ക്. കാരണം പിന്നെ സരിത നേരത്തെ മല്ലേലി ശ്രീധരൻ നായർ 164
എന്തു പറഞ്ഞു, അതിൻ്റെ ക്രൊണോളജിക്കൽ ഓർഡർ അതേപോലെ കീപ്പ് ചെയ്തുകൊണ്ടാണ് സരിത ഈ കത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ വാസ്തവികത കൂടുന്നു. നമുക്കെല്ലാവർക്കും പരിശോധിക്കാവുന്നതാണ് 164 സ്റ്റേറ്റ്മെൻറ്റ്, പിന്നീട് മലയാളി ശ്രീധരൻ നായരുടെ 164 സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നതുമാണ്, മാധ്യമങ്ങൾ അക്കാര്യം റിപ്പോർട്ട് ചെയ്തതുമാണ്. അതിൽ പറഞ്ഞ കാര്യവും സരിതയുടെ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ രേഖയിൽ കൃത്യമായി തന്നെ വായിച്ചെടുക്കാൻ പറ്റുന്നതാണ് കാര്യങ്ങൾ. അതിൽ ചില ഭാഗങ്ങൾ കൈകൊണ്ട് സരിതയുടെ മറഞ്ഞു പോയതൊഴിച്ചാൽ ആശയ വ്യക്തത ഉണ്ടാകുന്ന ഭാഗങ്ങളാണ്, ആ പേജാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. സരിത ഒത്തുള്ള ചിത്രം തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിലാണ് മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള പരാമർശം വളരെ വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വസ്തുതയാണ് ഈ കാര്യം. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി 2-3 കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ഒന്ന്, എന്തിനാണ് ആദ്യം സരിതയെ മലയാളി ശ്രീധരൻ നായരുമായി കണ്ട് ചേംബറിൽ വെച്ച് കണ്ടു, പിന്നീട് ലിഫ്റ്റിൽ വെച്ച് കണ്ടു എന്നുള്ള കാര്യം മറച്ചു വെച്ചു. രണ്ടാമത്തെ കാര്യം, സരിതയ്ക്ക് ഒരു സഹായവും നൽകിയിട്ടില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി പാർക്കിൽ, പാലക്കാട് കിൻഫ്ര പാർക്കിൽ ഭൂമി നൽകാമെന്ന ഉറപ്പ് നൽകി എന്ന് സരിത കത്തിൽ പറയുന്നത് എന്തുകൊണ്ടാണ്? 3, ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച സെക്രട്ടേറിയറ്റിൽ വെച്ച് നടന്നിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിൻ്റെ ആധികാരികത പരിശോധിക്കാൻ വേണ്ടിയിരുന്ന CCTV ദൃശ്യങ്ങൾ ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷമായത് അങ്ങനെ. ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത്. ഇതാദ്യമായാണ് നമ്മൾ കടപ്പളാമറ്റത്തെ ആ ഫോട്ടോ പുറത്തു വന്നതിന് ശേഷം മുഖ്യമന്ത്രിയും സരിതയും തമ്മിലുള്ള ഡയറക്റ്റ് ലിങ്ക് വ്യക്തമാക്കുന്ന ഒരു രേഖ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പൊതുസമൂഹത്തിന് മുമ്പായി വെക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആധികാരികത നമ്മൾ നേരത്തെ കണ്ടിരുന്ന ലൈംഗിക ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടും സരിതയെ ആരൊക്കെ ലൈംഗികമായി ഉപയോഗിച്ചു എന്നതിനേക്കാൾ വളരെ നിർണായകവും ഗൗരവമേറിയതുമായിട്ടുള്ള സംഭവമാണ് സർക്കാരിൻ്റെ അധിപനായ മുഖ്യമന്ത്രി ഇത്തരത്തിൽ നുണ പറഞ്ഞു, ജനങ്ങളോട് നുണ പറഞ്ഞു, അസംബ്ലിയിൽ നുണ പറഞ്ഞു എന്നുള്ള കാര്യം വളരെ വ്യക്തമായി പുറത്താക്കപ്പെടുന്നത്. പ്രദീപ്, സലീം, അഡ്വക്കേറ്റ് സലീമിന് ഇന്ന് പറയാനുണ്ടോ? രാജീവ് റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ ഈ കാര്യം കൊണ്ട് നമുക്ക് വ്യക്തമാകുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. പാറമട ശ്രീധരൻ നായർ പറഞ്ഞ കാര്യങ്ങൾ സരിതാ നായർ ശരിവെച്ചിരിക്കുന്നു. അതിൽ നിന്ന് വ്യക്തമാകുന്നത് പാറമട ശ്രീധരൻ നായരും സരിതാ നായരും തമ്മിലുള്ള ബന്ധം അഭംഗുരം തുടരുകയാണ്, ഒരു മാറ്റവുമില്ല. അതിന് മുഖ്യമന്ത്രി എന്ത് വേണം? ഇവിടെ രാജീവ് ഒരു കാര്യം പറഞ്ഞല്ലോ, ഇവിടെ പാലക്കാട് കിൻഫ്ര പാർക്കിൽ സരിതയ്ക്കും ശ്രീധരൻ നായർക്കും അവിടെ താമസിക്കാനായിട്ട് ഭൂമി കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. ഒരു ഫയലെങ്കിലും നീങ്ങിയിട്ടുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രി അങ്ങനെ പറയും എന്ന് നിങ്ങൾ പറഞ്ഞത് ആരെങ്കിലും വിശ്വസിക്കുമോ? ഏതെങ്കിലും ഒരു ഫയൽ പാലക്കാട് കിൻഫ്ര പാർക്കിൽ മലയാളി ശ്രീധരൻ നായർക്കും സരിതാ നായർക്കും ബിജു രാധാകൃഷ്ണനും പതിച്ചു നൽകാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞുവെന്ന് കേരളത്തിന് മുഖ്യമന്ത്രി ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളിനോടും ഒരു കച്ചവടക്കാരനോടും അങ്ങനെ പറഞ്ഞു എന്ന് അവർ പറഞ്ഞാൽ, സരിതയും ശ്രീധരൻ നായരും പറഞ്ഞാൽ, അതാര് വിശ്വസിക്കാൻ കഴിയും? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫയല് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വരികയോ മുഖ്യമന്ത്രി ഫോർവേഡ് ചെയ്യുകയോ മുഖ്യമന്ത്രി എൻട്രി ചെയ്തിട്ടുണ്ടോ? എന്തിനാ രാജീവ് നിങ്ങൾ ഇങ്ങനെ ഈ പാറമട ശ്രീധരൻ നായരുടെയും സരിതയുടെയും ഒക്കെ വാക്കെടുത്തിട്ട് കേരളത്തിന് മുഖ്യമന്ത്രിയുമായി ലിങ്ക് ചെയ്യാൻ പോകുന്നത്? ഇതിനൊക്കെ ഒരു പരിധിയില്ലേ? കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവാണെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. മല്ലേലി ശ്രീധരൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതൊരു ആധികാരികത വേണം. ഇവിടെ സരിത നിങ്ങൾ ഇതിനെ പത്തനംതിട്ട DCC മെമ്പർ ആയിരുന്നില്ലേ? അതോടൊപ്പം സലീം, താങ്കൾ ഇതുവരെ പറഞ്ഞത് ഇതിന് ആധികാരികത ഇല്ല എന്നാണ്. സരിത സൃഷ്ടിക്കുന്ന ഡ്രാമ ഇത്രയും വിശാലമായി സോളാർ കേസിന്റെ ഒരു ടോട്ടാലിറ്റി 30 പേജുള്ള കത്ത് എന്ന് ഇതുവരെ ചർച്ച ചെയ്യുമ്പോൾ അതിന് ആധികാരികത നഷ്ടപ്പെട്ടു എന്നുള്ള താങ്കളുടെ വാദം പീപ്പിൾ TV ഈ വാർത്ത പുറത്തു വിടുമ്പോഴും താങ്കൾ നിഷേധിക്കുന്നു. അല്ല, ഏത് ആധികാരികത? മാത്രമല്ല, ഭാസുരേന്ദ്ര ബാബു സാർ ശ്രദ്ധിച്ചോ എന്നറിയില്ല, അഡ്വക്കേറ്റ് PA സലീം വലിയൊരു ആരോപണം ഇപ്പോൾ ഉന്നയിക്കുകയുണ്ടായി. ശ്രീധരൻ നായരും സരിതാ നായരും ഇപ്പോഴും നല്ല നെക്സസ് ആണ്. അതിനകത്ത് അവർ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതിനകത്ത് എനിക്ക് തോന്നുന്നത് PA സലീം, ഈ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ക്രിബിളിങ്സ് ഇതിനകത്ത് നിന്നാണ് 46 പേജ് വരുന്ന സരിതയുടെ കത്ത്, മലയാളത്തിലുള്ള കത്ത്, അതും വൈകാതെ എല്ലാം പുറത്തേക്ക് വരും സലീം. അതിനധികം ദിവസങ്ങളൊന്നും വേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കത്ത് ഇതിനകത്തുനിന്നാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഗിസ്റ്റാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത് ജയിലിനകത്ത് വെച്ചുണ്ടായതാണ്, ജയിലിനകത്ത് വെച്ച് രചിക്കപ്പെട്ടതാണ്. ആ കത്തും ജയിലിനകത്ത് വെച്ച് തന്നെയാണ് രചിക്കപ്പെട്ടത്. അവിടെ നിന്നാണ് പുറത്തേക്ക് വന്നത്. അങ്ങനെ ഒരു കത്ത് ജയിലിനകത്ത് വെച്ച് രചിക്കപ്പെട്ട് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ വിവരാവകാശ രേഖ വരെയുണ്ട്. ആ കത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ആരും ചോദ്യം ചെയ്തിട്ടുമില്ല. ആ കത്തിപ്പോൾ എവിടെയുണ്ടെന്ന് കണ്ടെത്തപ്പെട്ടാൽ ഇതൊക്കെ ശരിയാവും. ഏതായാലും അതിന് സാധ്യത ഇപ്പോൾ കുറവാണല്ലോ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഇവിടെ ഈ മല്ലേലിൽ ശ്രീധരൻ നായരുടെ ഈ മൊഴി 164 മൊഴി
വരുന്നതിന് 5 or 6 മാസം മുമ്പാണ് ഈ കാണുന്ന കുറിപ്പ് തയ്യാറാക്കപ്പെട്ടത് ജയിലിനകത്ത് വെച്ച്. അപ്പം